സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ളത് മറ്റൊരു പ്രാർത്ഥനയാണ്, കാഴ്ചപ്പാടിന് വേണ്ടിയൊരു പ്രാർത്ഥനയാണ്. അതാണ് നമ്മുടെ വചന ധ്യാനം. ഹല്ലേലൂയ. അതിൻ്റെ 46-ാം വാക്യം തൊട്ട് വായിക്കാം. മുടന്തനായി ജീവനിൽ കടക്കുന്നത് അല്ലല്ലോ, മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം. ആ ആ സ്തോത്രം. മതി. സ്തോത്രമല്ലേ. ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് 5 പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ 3 സെഷനായി പഠിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ ശാന്തതയോടെ നമുക്ക് ഈ ദൈവവചനത്തിലേക്ക് പോകാം. പ്രാർത്ഥന കേവലമല്ലേ കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് പഠിക്കേണ്ട ആത്മീക തത്വങ്ങളുണ്ട്. ദൈവസഭ എപ്പോഴും വചനത്തിൽ ഉറച്ച് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവസഭയുടെ സമാധാനം എന്ന് പറയുന്നത് ആത്മാവിലുള്ള വർധനവാണ്. ഹല്ലേലൂയ. അത് വ്യക്തിപരമായിട്ടാണേലും കുടുംബപരമായിട്ടാണേലും as a corporate body, as a church family, once we begin to enjoy the peace of the Lord, that means we are growing in spirit. ആത്മാവിൽ നാം വളരുന്നതിൻ്റെ ലക്ഷണമാണ് ദൈവസഭയുടെ സമാധാനം. ആത്മീക വർധനവ് കുറയുന്നത് കൊണ്ടാണ് സഭയിലും കുടുംബത്തിലും വ്യക്തിപരമായും ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിൽ കൂടെ ആത്മീയ വർധനവിൻ്റെ പാഠങ്ങളാണ് നാം പഠിക്കുന്നത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, യേശു എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ബർത്തിമായിയുടെ മകനായ തിമായി എന്നൊരു കുരുടൻ മനുഷ്യൻ, അവൻ അമ്മയുടെ ഗർഭം മുതൽ കുരുടനായിരുന്നു. അഡ്രസ്സുള്ള ഭിക്ഷക്കാരൻ ഏക ഇവൻ മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിൽ. ബാക്കി ഒരൊറ്റ എത്രയോ കുരുടരുടെ മുടന്തരുടെ ഒക്കെ പേര് അല്ലെങ്കിൽ സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദരിദ്രനായിരുന്ന ഒരു ലാസറിൻ്റെ കഥയുണ്ടായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന കുരുടൻ, മുടന്തർ, ചെകിടർ, ഊമൻ, കുഷ്ഠരോഗികൾ ഇത്യാദി നാം അല്ലെങ്കിൽ ചിന്ത എടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് ഉണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരൻ. എൻ്റെ അർത്ഥം പള്ളിയിലൊക്കെ ഇവൻ്റെ പേരുണ്ടെന്നേ. സ്തോത്രം. ഇവൻ്റെ പേര് ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇവൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൻ്റെ പേരും അറിയാം, തിമായിയുടെ മകനായ ബർത്തിമായി. ബർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മകൻ എന്ന വാക്കാണ്. അല്ലെങ്കിൽ അരാമ്യ ഭാഷയിൽ ബർ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്. ബർ യേശു അല്ലിയ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ബർത്തിമായി അല്ല, ഈ ബർത്തിമായി അവൻ കുരുടനായി വർഷങ്ങളായി, ജനനം മുതൽ കുരുടനായിരുന്നു. പിന്നീട് ജീവിതയാത്രയിൽ വീടിന് പുറത്തേക്ക് ആട്ടിയിറക്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ വഴിയരികിൽ ഭിക്ഷക്കാരനായി ഇരിക്കേണ്ടി വന്നത്. ആ തിമായുടെ മകനായ ബർത്തിമായി വഴിയേറി ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ കേൾക്കുന്നു, തൻ്റെ വഴിയായി യേശു കടന്നു പോകും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചിന്ത. ഹി മേഡ് യൂസ് ഓഫ് ഹിസ് ഓപ്പർച്യൂണിറ്റി. തനിക്ക് ലഭിച്ച അവസരം അവൻ പ്രയോജനപ്പെടുത്തി. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു അവസരമാണ് നമ്മുടെ ഈ കൊച്ചു ആയുസ് എന്ന് പറയുന്നത്. ഈ ആയുസ് പ്രയോജനപ്പെടുത്തണം. മേക്ക് യൂസ് ഓഫ് എവരി ഓപ്പർച്യൂണിറ്റി വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു യു. ദൈവം തന്ന സകല അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം. ആയുസ് നഷ്ടമാക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഒടുവിൽ വിലപിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് രാത്രി ദൈവം തന്ന ഈ ആയുസ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ കേട്ടോ. ഈ മണ്ണിൽ ജീവിക്കുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. ലോകത്തിൽ എന്തും വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ഈ മണ്ണിൽ ഒരു 50, 60, 70, 80, ഇനി 90, 100 എത്ര വേണം ജീവിച്ചോ. പക്ഷെ നിങ്ങളല്ലേ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്ന ഒരായുസ് ദൈവത്തിന് വേണ്ടി അങ്ങ് ജീവിക്കണം. അവൻ അവസരം പ്രയോജനപ്പെടുത്തിയത് തൻ്റെ വഴിയായി കടന്നു പോകുന്ന, കണ്ണുകൊണ്ട് കാണുവാൻ കഴിയത്തില്ലെങ്കിലും ചെവി കൊണ്ട് കേട്ടു യേശു കടന്നു പോകുന്നുവെന്ന്. ദൈവവചനത്തിൻ്റെ കേൾവിയാണ് ഒടുവിൽ നമ്മുടെ കണ്ണ് തുറക്കുന്നത്. ദൈവശബ്ദം ഇന്ന് കേട്ടു തുടങ്ങിയാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അകക്കണ്ണ് നാളെ പ്രകാശിക്കും. യേശുവിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ആൾക്കാരെല്ലാം ചോദിച്ചു കാണും, എന്തോ വലിയ ആരവം. സാധാരണ ആളും അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും തുടർമാനമായി നടന്നു പോകുന്ന വഴിയാണ്. അവരൊക്കെ പോകുമ്പോൾ മണി കിലുക്കിയ നടന്നു പോകുന്ന പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊക്കെ അല്ലല്ലിയ മണികൾ കെട്ടിത്തൂക്കിയിടും. യഹൂദന്മാരുടെ അല്ലല്ലിയ ഒരു ആചാരമായിരുന്നു. വസ്ത്രത്തിൻ്റെ തൊങ്ങൽ, മന്ത്രപ്പെട്ട ഫ്രിഞ്ചസൊക്കെ വീതി കൂട്ടിയിട്ട് ഞങ്ങൾ വിശുദ്ധരാന്ന് കാണിക്കാൻ വേണ്ടി നീലച്ചരട് കെട്ടി നടക്കുന്ന യഹൂദന്മാരുടെയും പരീശന്മാരുടെയും
പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ ചരിത്രമുള്ള മണ്ണാണ്. ഒരു പരീശൻ പോകുമ്പോൾ അവൻ്റെ കൂടെ 10 പേര് ആലിംഗനം ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് കൈമുത്താനൊക്കെ നടക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ പരീശന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ പല ആരവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഹല്ലേലൂയ യേശുവിൻ്റെ കൂടെ വരുന്നത് പോലൊരു ആരവം അവൻ കേട്ടിട്ടില്ല. ഈ വരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നസ്രായനായ യേശുവാണ് നടന്നു വരുന്നത്. നസ്രായനാണ് യേശുവാണെങ്കിൽ അവന് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഇന്നലകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണ് ഇവൻ. ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. കുരുടന്റെ കണ്ണു തുറന്നവനാണ്, ചെകിടന്റെ ചെവി തുറന്നവനാണ്, ഊമന്റെ ആദരത്തിൽ നിന്ന് സംസാര ശേഷി കൊടുത്തവനാണ്, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധീകരിച്ചവനാണ്, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനെ പിടിച്ചുയർത്തി ജീവനിൽ കൊണ്ടുവന്നവനാ. അവനാ എൻ്റെ വഴിയായി കടന്നു പോകുന്നത്. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാനായിരിക്കാം പ്രസംഗിക്കുന്നത്, ബ്രദർ ടോം ആയിരിക്കാം പാടുന്നത്, കർത്താവിൻ്റെ ദാസനായിരിക്കാം ലീഡ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നടക്കുന്നത് യേശുവാണെന്നറിയണം. ഇന്ന് പകൽക്കാലത്തെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും എല്ലാം ഇവിടെ ആരെ ഉയർത്താനല്ല, ഇതുവഴിയായി യേശു കടന്നു പോകുന്നുണ്ട്. ഇന്ന് പകൽ കുഞ്ഞെ, നീ ഇരിക്കുന്ന കസേരക്കരികിൽ ഏറ്റവും അടുത്ത് യേശുവുണ്ട്. മാതാവേ, നിന്റെ തൊട്ടരികിൽ യേശുവുണ്ട്. സഹോദര സഹോദരി, നിന്റെ അടുക്കൽ യേശുവുണ്ട്. ഏത് യേശു? പച്ചവെള്ളത്തിന്റെ നിറം മാറ്റുന്ന യേശു, പച്ചവെള്ളത്തിന്റെ വില മാറ്റുന്ന യേശു, പച്ചവെള്ളത്തിന്റെ ഗുണം മാറ്റുന്ന യേശു, പച്ചവെള്ളത്തിന്റെ രുചി മാറ്റുന്ന യേശു. കിണറ്റിലെ പച്ചവെള്ളത്തെ സ്വന്തം കുടുംബത്തിലെ ആഘോഷത്തിന്റെ വീഞ്ഞാക്കുന്ന യേശു ഇന്ന് രാത്രി നിന്റെ വഴിയായി കടന്നു പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ എൻ്റെ വഴിയായി കടന്നു പോകുന്നു, അവൻ എൻ്റെ അരികിൽ കൂടെ കടന്നു പോകുന്നു. എൻ്റെ ശരീരത്തിൽ കൂടെ, എൻ്റെ തൊട്ടരികിൽ, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സഹോദരിയേക്കാൾ, എൻ്റെ പാസ്റ്ററേക്കാൾ, എൻ്റെ വീട്ടുകാരേക്കാൾ അടുത്ത യേശു എൻ്റെ അരികിൽ ഈ വഴിയായി കടന്നു പോകുന്നു. വൈഷ്ണരാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ മതി മറന്ന് നിലവിളിക്കാൻ പറ്റത്തുള്ളൂ. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എത്ര പേർ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കും? യേശു ഈ വഴിയായി കടന്നു പോകുന്നു, യേശു ഈ വഴിയായി കടന്നു പോകുന്നു. I feel the presence of the Lord. I can feel that heaviness. I can feel the warmness of the presence of the Holy Spirit. In the Ratri, I don't mind whether I am able to finish the message or not. It all matters. The presence of the Lord, it's going to make a difference here. In the Ratri, Deiva Sanidhyam, ഈ അന്തരീക്ഷത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയാണ്. പാട്ട് പാടിയപ്പോൾ നിങ്ങൾ പാടിയില്ലേ കൃപ കൃപ എന്ന്? ആ കൃപ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. പാട്ട് പാടിയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച്? ആ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. അങ്ങനെ എത്ര പേർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്? Enjoy the presence of the Lord. Enjoy the presence of the Lord. Enjoy the presence of the Lord. ദൈവ സാന്നിധ്യം യേശു ഈ വഴിയായി കടന്നു പോകുന്നു. ആത്മസാന്നിധ്യത്തോടെ റിസീവ് ദാറ്റ് പ്രസൻസ്, റിസീവ് ദാറ്റ് പ്രസൻസ്. കുഞ്ഞെ, നിന്റെ തോളിൽ കൈവച്ചിരിക്കുന്നത് യേശുവാ, നിന്റെ കണ്ണിൽ തൊട്ടിരിക്കുന്നത് യേശുവാ, നിന്റെ അതരത്തെ തൊടുന്ന യേശുവാ, നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന യേശുവാ. നിന്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന ശബ്ദം അത് മറ്റാരുടെയുമല്ല, അത് യേശുവിൻ്റെയാ. യേശു ഈ വഴിയായി, യേശു ഈ വഴിയായി ഇന്ന് രാത്രി കടന്നു പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല നാമത്തിന് മീതെയുള്ള നാമം ഹല്ലേലൂയ ധരിച്ചവൻ ഇന്ന് രാത്രി ഇവിടെ നടന്നു പോകുന്നു. സകലത്തെയും തന്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് നിർമ്മിച്ചവൻ ഇന്ന് രാത്രി ഈ വഴി നടന്നു പോകുന്നു. സകലത്തെയും നിലനിർത്തുന്നവൻ ഇന്ന് രാത്രി ഈ വഴി നടന്നു പോകുന്നു. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ ഇന്ന് രാത്രി ഈ വഴി നടന്നു പോകുന്നു. യേശു ഈ വഴിയായി കടന്നു വരികയാ. ഹല്ലേലൂയ. Receive your miracle right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതം ഏറ്റെടുക്കുവാൻ എന്റെ വഴിയായി കടന്നു വരുന്ന യേശു എന്നെ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഓ റബ ശഖരമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. Udaramana Shamanara Ganabara Sathura Diarabara Hamdal Kadagana Vaidamana Alabara Raganabalam Tharajanagala Vaisharajana Udamana Raganabalastarajana
യെസ് 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 യെസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റാൽ പറയാൻ പറ്റിയ ഏറ്റവും വലിയ പദമെന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. തലേ കൈവച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ കാണേണ്ടി വന്നല്ലോ, ഇന്ന് എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുകയല്ല. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, എനിക്ക് വേണ്ടി യഹോവയുണ്ടാക്കിയ ദിവസം, എന്നെ ആയുസ്സോടെ വെച്ച ദിവസം, എനിക്ക് വേണ്ടി ദൈവം കരുതുന്ന ദിവസം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻജോയ് എവറി ഡേ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ആസ്വദിക്കണം. കാരണം യേശു ഇതിലെ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തെ ഇരുട്ടിലും അന്ധകാരത്തിലും ഇരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അന്ന് കടന്നുപോയ യേശുവാണ്. അവൻ അവസരം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇത് എൻ്റെ ദിവസമാണ്. ഇന്നലെ ഇരുന്ന പോലല്ല ഞാൻ ഇരിക്കുന്നത്, ഇന്നലെ പാടിയതുപോലെ ഞാൻ പാടത്തില്ല, ഇന്നലെ കരഞ്ഞ പോലെ കരയത്തില്ല. അനേകരോട് കരഞ്ഞ് നിലവിളിച്ച മനുഷ്യരാണ്. എനിക്കല്പം അല്ലലിയ പണം വേണം, അല്ലെങ്കിൽ എനിക്കല്ലലിയ നാണയത്തൊട്ട് വേണം. ഭിക്ഷക്കാരുടെ നിലവിളി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലല്ലേ? എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ അവസരം കണ്ട ഉടനെ യേശുവാണെന്ന് അറിഞ്ഞ ഉടനെ അവൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. എന്തായിരുന്നു അവൻ്റെ പ്രാർത്ഥന? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. സ്തോത്രം. ദേവാലയത്തിൻ്റെ തോറകളിൽ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മശിക ദാവീദിൻ്റെ പുത്രനായി മണ്ണിലേക്ക് ഇറങ്ങി വരും. ചിലലിയ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത കൊണ്ട് തൻ്റെ കൊച്ചു പ്രായത്തിൽ നമ്മുടെ ആനലിയ ആധുനിക ഭാഷയിൽ പറഞ്ഞ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സിലോ പോയപ്പോഴൊക്കെ അവിടെയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മശിക മണ്ണിലേക്ക് ദാവീദിൻ്റെ പുത്രനായി സന്തതിയായി ഇറങ്ങി വരുമെന്ന്. അത് കേട്ട് അവൻ്റെ കൊച്ചു മനസ്സിനകത്ത് എഴുതിയിട്ട് പ്രായത്തിൻ്റെ വലിയ കാലഘട്ടം കഴിഞ്ഞ് കുരുടനായി ജീവിതം നടന്നുപോയി. പക്ഷേ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചു കിടന്നൊരു വേദവചനമായിരുന്നു യേശു ദാവീദ് പുത്രൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പണ്ട് പഠിച്ച വാക്യങ്ങളും പണ്ട് കേട്ട അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ ചില അവസരങ്ങളിൽ പ്രയോജനപ്പെടും കേട്ടോ. ഹല്ലേലൂയ. അവൻ ആദരം തുറന്ന് നിലവിളിച്ചു, ഹൗ mercy on me. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കരുണയില്ലാത്ത ലോകത്തിൽ, കനിവ് കാണിക്കാത്ത ലോകത്തിൽ, മനസ്സലിവില്ലാത്ത ലോകത്തിൽ, മനുഷ്യർക്ക് നേരെ മുഖം തിരിക്കുന്ന ഈ ലോകത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവിക കരുണയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന് നമ്മോട് കരുണ കാണിക്കണം. ആരും നിങ്ങളോട് കരുണ കാണിക്കത്തില്ല കേട്ടോ. ആരും നിങ്ങളെ സ്നേഹിക്കത്തുമില്ല. അതൊക്കെ ഒരു പരിധി വരെ ഉള്ളു. ഞാൻ എപ്പോഴും പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴുമൊക്കെ സ്നേഹം പ്രതീക്ഷിക്കും അല്ലല്ല, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ആരെങ്കിലും നിങ്ങളെ കരുണ കാണിക്കുന്നെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും തെളിവ് ഒരു കണ്ണിനും ദയ തോന്നാത്ത സ്ഥാനത്ത് നാം അധർമ്മികളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ യേശുവിൻ്റെ സ്നേഹം നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്ന് ഇന്ന് രാത്രി രുചിച്ചറിയണം. ദൈവസ്നേഹത്തിൻ്റെ നീളം നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഒരു വിഷയത്തിൽ ദൈവം എന്നോട് കരുണ കാണിക്കണം. ഒരു ഓഫീസിൻ്റെ വാതിക്കൽ പോയി കൊണ്ട് അവരുടെ കരുണയ്ക്ക് വേണ്ടി കെഞ്ചുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. അതല്ലേ ചോദിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആപ്ലിക്കേഷൻ കൊടുക്കണം ജോലിക്ക്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, അതൊക്കെ ലോകത്തിൻ്റെ തത്വങ്ങളാണ്. പക്ഷെ കരുണ കാണിക്കുന്നത് അവരല്ല, ദൈവമാണ് നിങ്ങളോട് കരുണ കാണിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അല്ലേ? വചനം പറയുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് mercy that we are not consumed. ഹല്ലേലൂയ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു. അത് രാവിലെ തോറും. ഇപ്പം 2024 ജൂലൈ മാസം, ഇന്ന് 25-ാം തീയതി അല്ല, 25-ാം തീയതി ദൈവത്തിൻ്റെ ദയ ബ്രാൻഡ് ന്യൂ ആണ്. ഓരോ ദിവസം പുതിയ ദയ കൊണ്ടാണ് ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്. അതനുഭവിക്കണം. അപ്പം കരുണ ലഭിക്കണമെങ്കിൽ ആരോട് പറയണം? ദൈവത്തോട് പറയണം. എബ്രായർ 4-ാം-16 പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിന് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് പോകണം. അല്ലെ? അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു പ്രൊമോഷന് വേണ്ടി വരുമ്പോൾ, ജീവിതയാത്ര ഒരു ആവശ്യം വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് യാചിക്കേണ്ടത്. മനുഷ്യരുടെ കരുണയല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് സ്ഥാനത്ത് കൊണ്ട് നിർത്താൻ കൊള്ളാം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും once you experience the grace and mercy of the Lord, ദൈവത്തിൻ്റെ കരുണയും കൃപയും നിങ്ങൾ ആസ്വദിച്ചാൽ നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി, അതുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഈ ആശീർവാദം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ആശീർവാദം. ഈ ആശീർവാദം കേൾക്കുന്നതിൻ്റെ സന്തോഷം എന്താ? വീട്ടിൽ പോകാമല്ലോ. അല്ലല്ലേ? കർത്താവിൻ്റെ ദാസൻ അവസാനം എന്ന് ആശീർവാദം പറയുന്നു പറഞ്ഞാട്ടെ, അത് പറയത്തില്ലയോ? എല്ലാ ഞായറാഴ്ചയും എല്ലാ പ്രാർത്ഥനയ്ക്കും മുടങ്ങാതെ പറയുന്ന ഏക സാധനമാണ് എന്ത്? ആശീർവാദം എന്ന് പറഞ്ഞാട്ട് അറിയാവുന്നവരെ.
പാസ്റ്റർ ഇല്ലെങ്കിൽ ഇവരെ ഏൽപ്പിച്ചാൽ മതി, ഇവർ പറഞ്ഞോളൂ. ഇങ്ങനെ ഇപ്പം അതിനുവേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. സ്തോത്രമല്ലേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഒക്കെ നിങ്ങളോട് കൂടെ പറയുന്ന പാസ്റ്റർമാരുടെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അവർ അവസാനമൊക്കെ നീട്ടിയൊക്കെ പറയുന്നുള്ളൂ. സംഗതി ഇത്രയേ ഉള്ളൂ. അല്ലല്ല, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ആശീർവാദം, ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് തന്നെയാണ് പഴയ നിയമത്തിലെ മഹാപുരോഹിത ആശീർവാദം. എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ 24 മുതൽ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു നിങ്ങളെ കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കരുണയുള്ളവനാകുമാറാകട്ടെ, യഹോവ തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ പുതിയ നിയമത്തിൽ ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അതേ ആശീർവാദം തന്നെയാണ് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ കൈ ഉയർത്തി പറയുന്നത്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. അത് തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരു ദൈവമായതിൽ ആസ്വദിക്കുന്ന ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് വി ആർ എൻജോയിങ് ഇൻ അവർ ലൈഫ്, ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഹാസ് ഗിവൺ ടു us, ദാറ്റ് ഈസ് ദ ലവ് ദാറ്റ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്നേഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനാണ് വചനം പറഞ്ഞത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നകന്നു പോയ നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നു. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കരുണയുള്ളവനാകുമാറാകട്ടെ. അതാ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്ന സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമുക്ക് ലഭിക്കുന്ന ഈ ആശീർവാദം കരുണയുടെ ആശീർവാദമാണ്. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ അവസരം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ പ്രാക്ടിക്കൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇവൻ പറയും, യേശുവേ ദാവീദ് പുത്ര, യേശു ആരാണെന്ന വെളിപ്പാട് വേണം പ്രാർത്ഥിക്കുന്നവർക്ക്. ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോഴൊക്കെ യേശു ആരാണെന്ന വെളിപ്പാടോടെ വേണം പ്രാർത്ഥിക്കുവാൻ. ചുമ്മാതല്ല ഓടി വന്നിട്ട് യേശുവേ കർത്താവേ അപ്പാ സ്വർഗപിതാവേ എന്ന് വിളിക്കുന്നതിനല്ല, ഇത് ആരാണെന്നറിയണം പ്രാർത്ഥിക്കുന്നവർ. യേശു ആരാണെന്ന വെളിപ്പാട് അവന് കിട്ടി. യേശുവിൻ്റെ ദാവീദ് പുത്രനാണ്. കിരീടം വെച്ചാൽ ദാവീദിൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിലല്ല, യേശുവിൻ്റെ 5 അധികാരങ്ങളാണ് യേശുവിൻ്റെ പുത്രത്വത്തിൽ കൂടി വെളിപ്പെട്ട് കിട്ടിയത്. യേശുവിൻ്റെ 5 പുത്രത്വങ്ങളാണ് വേദപുസ്തകം നമുക്ക് തരുന്ന പാഠങ്ങൾ. 5 സൺഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ഒന്നാമത്തെ പുത്രമാണ് യേശു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 കാര്യം കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ, എനിക്ക് തോന്നുന്നില്ല മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് ആരൻ കൂടെ ഉണ്ടെന്ന്. 2 വാക്യം കഴിയുമ്പോൾ നമ്മളങ്ങ് നിർത്തും. അല്ലേ, വല്ലവനും അല്ലെങ്കിൽ ഈ മക്കളുണ്ടായി ജനിപ്പിച്ചു മരിച്ചാൽ ഞങ്ങളെന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പിള്ളേരെ നോക്കാൻ നേരെയുള്ളതെന്ന് പറഞ്ഞ് നമ്മളങ്ങ് മടക്കി വെക്കും. പക്ഷെ അതിൽ കൂടെയാണ് യേശുവിൻ്റെ പിറവി. ലൂക്കോസ് അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ലൂക്കോസ് തിരിച്ചാണ് തുടങ്ങിയത്. അല്ലല്ലേ, യേശുവിന് ഇവിടെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞിട്ട് അല്ലേ 14 70 42 പ്രവാസ ജീവിത കാലമൊക്കെ എടുത്തിട്ട് ഒടുവിൽ കൊണ്ടുവന്നിട്ട് ആദാമിൽ എത്തിക്കുമ്പോൾ നേരെ തിരിച്ച് ആദാമിൽ തുടങ്ങിയാണ് അല്ലേ യേശുവിൻ്റെ ചരിത്രം ഇങ്ങോട്ട് വ്യാപരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞു, ഇപ്പോൾ യേശു അബ്രഹാമിൻ്റെ പുത്രനാണ്. ഒന്നാമത് യേശുവിൻ്റെ പുത്രത്വം, യേശു അബ്രഹാമിൻ്റെ പുത്രത്വമാണ്. അബ്രഹാമിൻ്റെ പുത്രത്വം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലല്ല, യേശു അല്ലെ സകല അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. യേശു സകല അധികാരമുള്ളവനാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ പുത്രത്വം അബ്രഹാമിൻ്റെ പുത്രത്വമാണ്. അബ്രഹാമിൽ കൂടെ സകല അനുഗ്രഹം ലഭിച്ചുവെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങൾ തരുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ ബലവാനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറൊന്നും അഴിപ്പാൻ എനിക്ക്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പും ആത്മസ്നാനം തരുന്ന അല്ലവൻ യേശുവാണ്. യേശുവിൽ കൂടെയാണ് പരിശുദ്ധ അഭിഷേകം ലഭിക്കുന്നത്. പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് വെച്ചൊക്കെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചേക്കാം, പക്ഷെ നിങ്ങൾ ആത്മനിറവ് പ്രാപിക്കുന്നത് പാസ്റ്റർ കൈവച്ചുകൊണ്ടതല്ല, യേശുവാണ് നമുക്ക് അഭിഷേകം തരുന്നത്. പരിശുദ്ധാത്മാവ്. പാട്ടുപാടുന്ന ദൈവദാസന്മാർ പാട്ടുപാടുമ്പോൾ നമ്മൾ ആത്മാവിലാകും, പക്ഷേ ആത്മനിറവ് നമുക്ക് തരുന്നത് യേശു ക്രിസ്തുവാണ്. അബ്രഹാമിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. 2 ദാവീദിൻ്റെ പുത്രൻ, സിംഹാസനത്തിന് ഉടമസ്ഥനാണ്. യേശുവിൻ്റെ 2ാമത്തെ പുത്രത്വമാണ് യേശു രാജാവാണെന്ന വെളിപ്പാട്. ഹല്ലേലൂയ. സകലത്തിന് മീതെയുള്ള രാജാവ്, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇന്ന് രാത്രി യേശു ആരാണെന്നറിയണം. യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? നിങ്ങൾ യേശു യേശു എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? യേശു എന്ന എൻ്റെ പേരിൻ്റെ അർത്ഥം എന്താ?
താഴെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിലെ യോസഫിന് പ്രത്യക്ഷനായ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒരു ശിശു ജനിക്കാൻ പോകുകയാണ്, നിന്റെ ഭാര്യയായ മറിയയിൽ ഉൽപ്പാദമായിരിക്കുന്ന സന്തതി പരിശുദ്ധാത്മാവാണ്, നീ അവന് യേശു എന്ന്. എന്തുകൊണ്ടാണ്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ പാപം മോചിക്കുന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. യേശു എന്ന വാക്കിന് പഴയ നിയമവും പുതിയ നിയമത്തിലുള്ള വ്യത്യാസം അതാണ്. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ ക്ഷമ മാത്രമേ ഉള്ളൂ, പാപക്ഷമ, അല്ലല്ലേ, പാപമോചനമില്ലായിരുന്നു പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് പാപമോചനം. പഴയ നിയമത്തിൽ നല്ല ഒരു ആടും നല്ല ഒരു കാളയും ഉണ്ടെങ്കിൽ ഏത് പാപവും ചെയ്യാം. അയ്യോ പാസ്റ്ററെ, അന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. കാരണം നല്ല ഒരു ആടിനെ വാങ്ങാൻ കാശുണ്ട്, ഒരു കാളയെ വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ ഏത് പാപവും ചെയ്യാം. കാരണം പാപം ചെയ്ത് എന്ത് ചെയ്താൽ മതിയായിരുന്നു? അയ്യോ ഇപ്പോഴാണ് ഓർത്ത, ഇപ്പോഴൊന്നും ജനിക്കേണ്ട, ഞങ്ങൾ ഈ നാട്ടിലൊന്നും ജീവിക്കേണ്ടവരൊന്നും അല്ല, ഇപ്പോഴൊന്നും ജനിക്കേണ്ടവരൊന്നും അല്ല, ഏത് കുരുത്തക്കേടും കാണിച്ചിട്ട്. അതുകൊണ്ട് ഈ പാപം ചെയ്തവരെന്ത് ചെയ്യും? കാളയും ആടിനെയും കൊണ്ട് ദേവാലയത്തിൽ ഇപ്പം പൈസ ഇല്ലെങ്കിലും എന്തുകൊണ്ടായാൽ മതിയായിരുന്നു? പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പൈസ ഇല്ലെങ്കിൽ എന്തിനെ കൊണ്ടാൽ മതിയായിരുന്നു? പ്രാവിനെ കൊണ്ടായാൽ മതിയായിരുന്നു. ഇത് വഴി കൂടെ കാളയും പിടിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കിയേ. ഞാൻ ശബത്തിൻ്റെ അന്ന് ഞായറാഴ്ച രാവിലെ ഒരു കാളയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ പറയും എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ധൃതിയായിട്ട് എന്തും കൊണ്ട് പോകുന്നത്, കാളെ കൊണ്ട് പോകുന്നത്. അപ്പം പിന്നെ ആടിനെ കൊണ്ട് പോകുമ്പോൾ പറയും എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ആടും കൊണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പള്ളിക്കകത്ത് തന്നെ കച്ചവടം തുടങ്ങിയത്, ബുക്ക് സ്റ്റാൾ തുടങ്ങിയത്. നമുക്കറിയാം യേശുവിൻ്റെ കാലത്ത് വന്നപ്പോൾ രാവിലെ ഞാൻ ബൈബിളും പിടിച്ചുകൊണ്ട് കൂളായിട്ട് ചെന്ന് കയറിയാൽ മതി, ആരും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പുരോഹിതൻ പറയും അറ്റസ്റ്റ് ചെയ്തത് ഊനമില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാളെ ആർക്ക് കൊടുക്കും? യാഗം കഴിക്കും. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആ ദേവാലയത്തെ കച്ചവടശാലയാക്കി മാറ്റിയത്. സമർപ്പിക്കാൻ പോലും തയ്യാറില്ലാത്ത വന്നിട്ട് വല്ലവരുടെയും കയറി പോയി പ്രാർത്ഥിക്കുക. അതൊക്കെയായി ഈ പ്രയർ ലൈൻ വന്നുള്ള ദോഷം എന്ന് പറയുന്നത്. നമ്മളെല്ലാം കോൺട്രാക്ട് കൊടുത്തിരിക്കുക. എന്ത് വിഷയമുണ്ടല്ലോ അവരെ വിളിച്ചിട്ട് പറയും ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന്. നിങ്ങൾ സഭയിൽ എന്നിട്ട് സാക്ഷ്യം പറഞ്ഞവരല്ലേ, ഞാൻ ഈ ഒരു പാസ്റ്ററാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും, ഇവരൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ പിറ്റേന്ന് അങ്ങ് മറന്നു പോകും കേട്ടോ. വേറെ വിഷയം കേൾക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല. അതിനെന്താ തെളിവ് പാസ്റ്ററെ? എല്ലാവരും പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ദിവസം പ്രാർത്ഥിച്ചു? സാമ്പാസ് എഴുന്നേറ്റ് പറഞ്ഞു അടുത്ത ആഴ്ച എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കേട്ടവരെല്ലാം പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച നിങ്ങളത് മറന്നുപോയി. അതുപോലെ നിങ്ങൾ പറഞ്ഞ് ഇവരും മറന്നുപോകും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുട്ടിപ്പായി ദൈവത്തോട് പറഞ്ഞിരിക്കണം. വല്ലവരെയും ഫോൺ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചോണം. യേശു ദാവീദ് പുത്രനാണ്. യേശുവിൻ്റെ പാപക്ഷമ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപങ്ങളുടെ അല്ലെങ്കിൽ ക്ഷമ മാത്രമല്ല, പാപമോചനമാണ്. പാപത്തിൻ്റെ ഓർമ്മ പോലുമില്ലാതെ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ സകല അനീതിയും നമ്മുടെ പാപവും കഴുകി മാറ്റിയിട്ട് എന്നെയും നിങ്ങളെയും കൊണ്ട് നിർത്തിയിട്ട് പറയും ഇവനിൽ പാപമില്ലെന്ന് പറയത്തക്കവണ്ണം റോമാലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. We are justified by faith. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്നിലുള്ള സകല പാപത്തിൻ്റെ കുറ്റവും മറച്ച് ക്ഷമിച്ച് തുടച്ചു മാറ്റിയിട്ട് എന്നെ വിശുദ്ധനായി നിർത്തുന്ന ദൈവിക വചനത്തിൻ്റെ പ്രക്രിയ, ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച പാപമോചനം, വീണ്ടെടുപ്പ്, രക്ഷ, ശുദ്ധീകരണം എന്ന് പറയുന്നത്. യേശു ദാവീദ് പുത്രനാണ്, അധികാരമുള്ളവനാണ്. യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഭൂമിയിൽ ആർക്കുമില്ല. മത്തായി 9:6 യേശു പറഞ്ഞു ഭൂമിയിൽ മനുഷ്യപുത്രന് പാപമോചനത്തിന് അധികാരമുണ്ട്. യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അലറി വിളിക്കുന്ന കാറ്റും കൊടുങ്കാറ്റും ചീറിയടിച്ചു വരുമ്പോൾ കാറ്റേ കടലെ ശാന്തമാകാമെന്ന് പറഞ്ഞ് അതിനെ നിർത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. മണല് കൊണ്ട് കടലിലെ തിരമാലകൾ കതിര് വെക്കുന്നത്, ആകാശത്തിലെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കി അവർക്ക് പേര് വിളിക്കുന്നവൻ, ആകാശത്തെ അല്ലെങ്കിൽ വസ്ത്രം ചുരുട്ടുന്ന പോലെ ചുരുട്ടുന്നവൻ, നിലത്തെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന എൻ്റെ യേശു അധികാരമുള്ള യേശുവാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ അവൻ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ അധികാരമുള്ളവനാണ്. ഇന്ന് രാത്രി എൻ്റെ ഏത് വിഷയം അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി, അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ദാവീദിൻ്റെ വേരും വംശമായി ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികൾ ഇന്ന് രാത്രി അവൻ അധികാരമുള്ള യേശുവാണ്. അവന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്, അവന് പാതാളത്തിൻ്റെ മേൽ അധികാരമുണ്ട്, അവന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. യേശു ദാവീദ് പുത്രൻ. ഇത് അറിയുന്നവനാണ് വിളിച്ചു പറയുന്നത്. ദാവീദിൻ്റെ കാലത്തൊരു സംഭവമുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ദാവീദിൻ്റെ കൂടെ സിയോൻ കോട്ടയ്ക്ക് പോയ ആൾക്കാരെല്ലാം കടക്കാർ, ഞെരുക്കമുള്ളവർ, കട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ വഴി ഇതുകൊണ്ട് കൈകൊട്ടി പറഞ്ഞു, പിന്നെ യുദ്ധത്തിന് പോകുന്നവരെ കണ്ടില്ലയോ, ദാവീദിൻ്റെ കൂടെ ആരൊക്കെയാണ് കടക്കാർ, ഞെരുക്കമുള്ളവർ, കട്ടപ്പെടുന്നത്. അതുകൊണ്ട് സിയോൻ കോട്ട പിടിക്കാൻ വേണ്ടി ഈ മുടന്തരും കുരുടരും ചെകിടരുമാണോ പോകുന്നതെന്ന് കളിയാക്കി പറഞ്ഞതുകൊണ്ട് ദാവീദ് പറഞ്ഞു, മേലാൽ ഒരു കുരുടനും മുടന്തനും ചെകിടനും എവിടെ കടക്കരുത്, യെരൂശലേമിൽ
കടക്കരുതെന്നൊരു പ്രമാണം ഉണ്ടായിരുന്നു. ആ പ്രമാണത്തെ ബന്ധിക്കുന്നൊരു കാഴ്ചയായി ഇന്ന് രാവിലെ കാണുന്നത്. ഈ വഴിയായി യേശു കടന്നു വരുന്നു. ഹല്ലേലൂയ. രാജാവ് എഴുതിയ പ്രമാണം എഴുതിയ പ്രഭുക്കന്മാർ എഴുതി വെച്ച രേഖയെ തിരുത്തി കുറിച്ചുകൊണ്ട് കുരുടന്റെ കണ്ണ് തുറക്കുന്ന, മുടന്തു മാട്ടുന്ന ചെകിടന്റെ ചെവി തുറക്കുന്ന യേശുവിൻ്റെ കരുണയുടെ വ്യാപാരം അന്ന് പകൽക്കാലം യെരുശലേമിലേക്ക് ഒഴുകിയെത്തുകയാണ്. എരിഹോവിൽ കൂടെ കടന്നു പോവുകയാണ്. അവനത് തിരിച്ചറിഞ്ഞു. എൻ്റെ യേശു ദാവീദ് പുത്രനാ, അവന് അവകാശമുണ്ട്, അവന് രോഗശാന്തിക്ക് അധികാരമുണ്ട്. യേശു മൂന്നാമത്തെ യേശുവിൻ്റെ പുത്രത്വം, യേശു മനുഷ്യപുത്രനാണ്. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. യേശു മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ആരുണ്ടെന്ന് ചോദിച്ചാൽ യേശുവാണ് ജീവിച്ചത്. യേശുവിൻ്റെ ദൈവത്വവും യേശുവിൻ്റെ മനുഷ്യത്വവും ഒരുമിച്ച് പ്രകടമാക്കിയതാണല്ലോ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും കാണുന്നത്. അപ്പം നല്ല മനുഷ്യനായിട്ടായിരുന്നു യേശു. ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരിക്കലും ഒരു കുരുടൻ്റെ കണ്ണ് യേശു തുറന്നു. പ്രൈസ് ഗോഡ്. അതും എരിഹോവിലാണ് ഒരു കുരുടൻ്റെ കണ്ണ് തുറന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് കുരുടൻ്റെ കണ്ണൊക്കെ തുറന്നിട്ട്, ഈ കണ്ണൊക്കെ തുറന്ന് ചെളിയൊക്കെ കണ്ണെ പുരട്ടിയിട്ട് പിന്നെ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞപ്പം അവന് പരസ്യബോധത്തിന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുവരെ ആരും അവനോടൊന്നും മിണ്ടിയിട്ടില്ല. വരുന്നവരും പോകുന്നവരൊക്കെ ചോദിക്കും, നിനക്ക് എങ്ങനെ സൗഖ്യം കിട്ടുന്നത്? അപ്പോൾ പുള്ളി പ്രസംഗം തുടങ്ങി. ഓരോ സ്റ്റേജ് മാറി മാറി പ്രസംഗിക്കുക. അങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നൊരു പദമുണ്ട്, നിന്റെ കണ്ണ് തുറന്നത് ആരാണ്? അതിന് യോഹന്നാൻ 9:11 വാക്യത്തിൽ അവൻ പറയുന്നുണ്ട്, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഇത്രയും നാൾ ഞാൻ കണ്ടതിലൊരു നല്ല മനുഷ്യൻ യേശുവാണ്. ദൈവമക്കളെ, നമ്മൾ നല്ല മനുഷ്യരാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സൈലൻ്റായി പോയത്. ഞങ്ങളിതൊക്കെ ദൈവത്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വാസി ഇരുന്നുകൊണ്ട് ഞങ്ങളങ്ങ് ആവേശമാണ്. ഇപ്പം മനുഷ്യൻ്റെ കാര്യം വന്നപ്പോൾ നമ്മളങ്ങ് സൈലൻ്റായി. ദൈവമക്കളെ, നല്ല ഭർത്താവായിട്ട് മതി നമുക്ക് നല്ല പാട്ടുകാരൻ, പാട്ടിൽ പ്രസംഗനൊക്കെ ആകുന്നത്. ഇന്ന് രാത്രി നല്ല മനുഷ്യരാകും. ഒരു നല്ല മനുഷ്യരായി ജീവിക്കണം. ആത്മീക ബന്ധങ്ങൾ പോലെ തന്നെ വിലപിടിപ്പുള്ളതാണ് ജഡത്തിലെ ഭൗതിക മൂല്യ ബന്ധങ്ങളൊക്കെ. ആടി ഉലഞ്ഞ ബന്ധവുമായി വാരിക്കൂട്ടുന്ന ഒരു നന്മയല്ല കേട്ടോ. എൻ്റെ കൂട്ടത്തിലുണ്ടേ ആടി ഉലയുന്ന ബന്ധങ്ങൾ വെച്ചുകൊണ്ട്. അതിനാണ് അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. മക്കളെ, അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞു വരുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിലെ അനുഗ്രഹങ്ങളൊന്നും അല്ല. നമ്മൾ ഓർക്കും സമ്പത്ത് അനുഗ്രഹം തന്നെ. ദൈവമക്കളുടെ എല്ലാ സമ്പത്തും ആര് തന്നതാ? ദൈവം തന്നതാ. അതിന് നമ്മൾ നന്ദി എപ്പോഴും പറയണം. ഒന്നുമില്ലായ്മയിൽ തന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ, ഇതൊക്കെ പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല. ദൈവമക്കളുടെ നന്മയും ഭൗതികവും എല്ലാം ദൈവം തന്നതാണ്. അല്ലല്ല, അനധികൃതമായി ഒന്നും നമ്മുടെ കയ്യിൽ വന്നു ചേരലില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാത്ത ഒന്നും നമ്മുടെ കൈ വരലെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ എത്ര ആടുണ്ടെന്ന് ആരറിയണം? ദൈവം അറിയണം. ഇയ്യോബിൻ്റെ വീട്ടിൽ എത്ര ആടുണ്ടായിരുന്നു? നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട് നമുക്കൊന്നും അറിയത്തില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കും, ഇയ്യോബിൻ്റെ വീട്ടിൽ 7000 ആട്, 3000 ഒട്ടകം, 1000 കാള, 500 പെൺകഴുത, പിന്നെ ഓരോന്ന്. എന്താ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ലല്ലേ, ഇയ്യോബിൻ്റെ വീട്ടിലെ സകല ആടിൻ്റെ എണ്ണം ആർക്കറിയായിരുന്നു? ദൈവത്തിനറിയായിരുന്നു. ഇയ്യോബിൻ്റെ വീട്ടിലെ ഒട്ടകത്തിൻ്റെ എണ്ണം ആർക്കറിയായിരുന്നു? ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത, ദൈവം അറിയാത്ത ഒരു പെനി പോലും, ഒരു ഡൈം പോലും, ഒരു സെൻറ്റ് പോലും ഇയ്യോബിൻ്റെ വീട്ടിലില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം അനുഗ്രഹം എന്ന് പറഞ്ഞത്, യാബോക്കിൻ്റെ കടവിരുന്നുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പുള്ളിയുടെ അറിയാലോ, യാക്കോബിനെ ഒത്തിരി കുറ്റം പറഞ്ഞ് എനിക്കിഷ്ടമില്ല. കാരണം ഉപായി, വഞ്ചകൻ, ചതിയൻ എന്നൊന്നും പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല. കാരണം പക്ഷേ യാക്കോബിന് ഒരു കാര്യം അറിയാം, എങ്ങനെ കുറുക്കു വഴിയിൽ കൂടെ കാര്യം സാധിക്കാം, എങ്ങനെ കാര്യം സാധിക്കാമെന്ന്. ഹല്ലേലൂയ. കാത്തിരിക്കാനൊന്നും പുള്ളിക്ക് ഒരു ക്ഷമയില്ല. എങ്ങനെങ്കിലും പെട്ടെന്ന് കാര്യം സാധിക്കണം, എങ്ങനെങ്കിലും സെൻട്രൽ പാസ്സാണ്. ഇതൊക്കെ ആരുടെ ആഗ്രഹം? പുള്ളിയുടെ ആഗ്രഹം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഓടുരേഷം വാങ്ങിച്ചെടുക്കണം. ഇതിനൊക്കെ ഉള്ള തിടുക്കമായിരുന്നു യാക്കോബിന്. അത് ജ്യേഷ്ഠൻ്റെ വിയർപ്പ് മുതലാക്കിയാണെങ്കിലും, അമ്മാവിയപ്പൻ്റെ ആടിനെ കബളിപ്പിച്ചാണെങ്കിലും, അല്ലെങ്കിൽ മട്ടൻ കറി കൊണ്ട് കൊടുത്തിട്ട് അത് അത് വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞാണെങ്കിലും കാര്യം സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഓട്ടവും അല്ലെങ്കിൽ ഒളിച്ചോട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ധനാട്യനായി വലിയ സമ്പത്തോടെ വരുന്നത്. പുള്ളിയുടെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി തന്നെ പ്രാർത്ഥിച്ചല്ല മുട്ടുമടങ്ങി, ഞാൻ വെറും കയ്യോടെയാണ് ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ 2 കമ്പനി തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്, 2 കൂട്ടമായിരിക്കുന്നു. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. നമ്മളാണെങ്കിൽ അച്ഛാ മുന്നോട്ട് കയറിയിരുന്ന കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വെറും കയ്യോടെ ഇവിടെ കടന്ന് വന്നിട്ട് ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് അടുത്ത സെക്രട്ടറി ആയിട്ട് അച്ഛൻ്റെ പേര് ഞാൻ എഴുതിയിട്ടേക്കും. പക്ഷേ അന്ന് പുള്ളിക്ക് മനസ്സിലായി 2 കമ്പനി 3 കമ്പനി 6 തുടങ്ങിയാലും തമ്പുരാൻ്റെ മുന്നിൽ വന്നപ്പോൾ ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. ആടുമാടുകളും ദാസിമാരും ഇഷ്ടം പോലെ. നിങ്ങളൊക്കെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം അനുസരിച്ച് കൊടുക്കുമായിരിക്കും. ഒരു വീട് കയറി താമസത്തിന് നിങ്ങളത് കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ പുള്ളി ചേട്ടന് സമ്മാനം കൊടുത്തത് 400 ആടിനെയാണ്. അന്നത്തെ കാലത്ത് 400 ആട് മതി ഒരു ശവക്കോട്ട വാങ്ങാൻ വേണ്ടി. കാരണം വല്യപ്പനായ അബ്രഹാം മക്പേല ഗുഹ വാങ്ങിയത് 400 ആട് കൊടുത്താണ്. അപ്പോൾ നോക്കണം, ഒരു ശവക്കോട്ട മൊത്തം വാങ്ങുന്ന പൈസയാണ് ഏശാവിന് സമ്മാനമായിട്ട് ആര് കൊടുത്തത്?
കൊച്ചുമോനായി യാക്കോബ് കൊടുക്കുന്നത്. എന്നിട്ടും പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ രാത്രി ഇരുന്നുകൊണ്ട് പറഞ്ഞത്, അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ. അപ്പോൾ ദൈവമക്കളെ, സമ്പത്തല്ലല്ലോ അനുഗ്രഹം. എണ്ണിയാൽ ഒടുങ്ങാത്ത ലാബാന്റെ തൊഴുത്തിൽ കിടന്ന സകല ആടും ഈ കൂട്ടത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ദാസിദാസന്മാർ ഇരട്ടിയുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാം ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ യാക്കോബിന് മനസ്സിലായി ഇതൊന്നും അനുഗ്രഹമല്ലെന്ന്. അപ്പൊ ദൈവമക്കളെ, ഈ മണ്ണിൽ കെട്ടിപ്പൊക്കുന്ന താൽക്കാലിക സൗകര്യങ്ങൾക്കപ്പുറത്ത് ഒരു അനുഗ്രഹം ഉണ്ടെന്നുള്ള സത്യമാണ്. ആ അനുഗ്രഹത്തിന്റെ പേരാണ് സ്വർഗത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ കരുണയ്ക്ക് വേണ്ടി വേണം പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രാത്രി ഈ മണ്ണിലെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല ദൈവമക്കൾ നിലവിളിക്കേണ്ടത്, അതിനുവേണ്ടിയല്ല മാറത്തടിക്കേണ്ടത്. എനിക്ക് വേണ്ടതില് മണ്ണിലെ മഹത്വമല്ലാത്ത ഉയരത്തിലെ മഹത്വം എൻ്റെ മേൽ പെയ്തിറങ്ങണം. യാബോക്ക് കടവിന്റെ തീരത്തിരുന്നു കൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വെൽക്കം ടു ജാബോക്ക് എന്ന പേര് കണ്ടപ്പോഴേ ഉള്ളിലൊരു തീ കത്തി. കാരണം എൻ്റെ പേരുമായിട്ട് എന്തോ ഒരു സാമ്യം ഉണ്ടല്ലോ. ചിലപ്പോൾ ദൈവം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ, നമ്മുടെ അടുക്കലൊക്കെ കൊണ്ട് നമുക്ക് സാമ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കും. കാരണം ഞാൻ ഏശാവെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലൊക്കെ നടക്കുന്നത്. ഇതിൽ കോളറൊക്കെ പിടിച്ചോണ്ടല്ലേ. കാരണം പറയുമ്പോൾ ഇച്ചിരി വെയിറ്റൊക്കെ ഇട്ട് വേണ്ടേ പറയാനല്ലേ, മോശമല്ലേ 4 പേര് കേട്ടാൽ. അപ്പം ചോദിച്ചു, ആരാ? ഞാൻ ഏശാവ്, വേട്ടക്കാരൻ, വനസഞ്ചാരി, അല്ലേ കാട്ടിക്കൂടെ സഞ്ചരിക്കുന്നവൻ, മാനെ പിടിക്കുന്നവൻ, അല്ലെ ഓടിച്ചിട്ട് അല്ലെ വേട്ടയാടുന്നവൻ, ഒരു മിടുക്കൻ എന്നൊക്കെ പേര് പറഞ്ഞില്ലെങ്കിൽ ചുമ്മാ സാക്ഷി, ഞാനൊരു കൂടാരവാസിയാണ്, ഞാനൊരു സാധുശീലം എന്ന് പറഞ്ഞ് ആരെങ്കിലും കൈയടിക്കുമോ? സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ 10 പേരെ കൊന്നിട്ടൊക്കെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാലേ ഉള്ളൂ ഒരു സ്റ്റേജിലൊക്കെ ഒരു വില. കൂടെ ഉണ്ടേ എല്ലാവരും. സ്തോത്രം. ഞാനൊരു കള്ളൂടിയനായിരുന്നു, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അവിടുന്ന്, ഇതൊക്കെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അതിന് സാക്ഷ്യമില്ല. പെന്തിക്കോസ് ജനിച്ചു പോയി, അതിനകത്ത് വളർന്നു പോയി, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ലോ. എൻ്റെ അനിയനുണ്ട്, എന്നെക്കാട്ട് 10 വയസ്സ് ഇളയതാ. പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ ആരെയും നിങ്ങൾ എന്നെ നല്ലതുപോലെ വളർത്തി പോകേണ്ട, എനിക്കൊരു സാക്ഷ്യം പോലും ഇല്ല പറയാനെന്ന്. എൻ്റെ അപ്പനോട് പറഞ്ഞാണല്ലോ, നിങ്ങൾ എന്നെ മര്യാദയ്ക്ക് അടിച്ചൊതുക്കി വളർത്തിയത് കൊണ്ട് 4 പേരുടെ നിന്നിന്ന് ഒരു പറയാൻ നല്ലൊരു സാക്ഷ്യം പോലും. ദൈവമക്കൾ, നല്ല സാക്ഷ്യം എന്ന് പറഞ്ഞാൽ യേശു നമ്മെ വീണ്ടെടുത്തു. ഇസ്രയേലിന്റെ അരജനായ ദാവീദ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നോക്കി. അന്നും തനിക്ക് മനസ്സിലായി, ചേറിന്റെ മണമുള്ള ഒരു പാരമ്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ആഴമുള്ള കുഴിയിലും ചേറ്റിലുമായിരുന്നു, അവിടെ നിന്നാണ് ദൈവം എന്നെ കയറ്റിയത്. ഇന്ന് കാണുന്ന കിരീടത്തിന്റെ തിളക്കമില്ലാത്ത, ഇന്ന് കാണുന്ന രാജവസ്ത്രത്തിന്റെ നറുമണമില്ലാത്ത, ഇന്ന് കാണുന്ന ചെങ്കോലിന്റെ അധികാരമില്ലാത്ത, ഇന്ന് കാണുന്ന സിംഹാസനത്തിന്റെ പവർ ഇല്ലാത്ത ഒരു പഴയ കാലം എനിക്കുണ്ടായിരുന്നു. ഐ വാസ് ഇൻ ദ മൈറി ക്ലേ. ഞാൻ ആഴമുള്ള കുഴിയിലായിരുന്നു, കൊടുന്ന ചേറ്റിലായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു, ദൈവം എന്നെ കയറ്റി, ഇന്നെന്നെ പാറമേൽ നിർത്തി. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കിരീടമല്ല ഉയർത്തേണ്ടത്, ഇവിടെ നിന്നുകൊണ്ട് 40-ാം സംഘത്തിൽ 1 തൊട്ട് 3 വരെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചെങ്കോലല്ല ഉയർത്തേണ്ടത്, ഇവിടെ നിന്നുകൊണ്ട് വസ്ത്രത്തിന്റെ തിളക്കമല്ല കാണിക്കേണ്ടത്, ഇവിടെ സിംഹാസനത്തിന്റെ പവറല്ല കാണിക്കേണ്ടത്, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയേണ്ടത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? എല്ലാ നന്മകളെ നോക്കിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, എല്ലാ നന്മയെ നോക്കി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, എൻ്റെ കിരീടത്തെക്കാൾ തിളക്കമുള്ള ദൈവകൃപ, എൻ്റെ രാജത്വത്തെക്കാൾ അധികാരമുള്ള ദൈവകൃപ, എൻ്റെ വസ്ത്രത്തെക്കാൾ വലിപ്പമുള്ള ദൈവസ്നേഹം, എൻ്റെ അധികാരത്തെക്കാൾ വലിയ ദൈവകൃപ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബിന് മനസ്സിലായി, സാഹചര്യങ്ങളെല്ലാം ഇല്ല. എൻ്റെ പേരും യാക്കോബ്, യാബോക്ക് ഏകദേശം ഒത്തു വരുന്നു. ഉള്ളി കുത്താൻ തുടങ്ങി. അതുകൊണ്ട് ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്നോടാണെന്ന് തോന്നുന്നത്. നമ്മൾ ഏശാവിൻ്റെ കാര്യം പറയുമ്പോഴും ബർത്തിമായുടെ കാര്യം പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നില്ല നമ്മളോടാണ്. കാരണം എന്തോ സ്വഭാവം അതുമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതുകൊണ്ടാണ്. സ്തോത്രം. യാബോക്ക് അവിടെ കടവിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച, കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. അപ്പം എന്താണ് എനിക്ക് മനസ്സിലായത്? ഹല്ലേലൂയ. വാരിക്കുട്ടി ആടുമാടുകളും ഒട്ടകങ്ങളും ഹല്ലേലൂയ, അല്ല കുതിരകളും കഴുതകളും ഹല്ലേലൂയ, സേവകരും ദാസിമാരും ഒക്കെ ഉണ്ടെങ്കിലും ആടി ഉലഞ്ഞ ബന്ധം വെച്ചുള്ള അനുഗ്രഹമല്ല. അപ്പനുമായി തെറ്റി, ഹല്ലേലൂയ, സഹോദരനുമായി തെറ്റി, അമ്മാവിയപ്പനുമായി തെറ്റിയിട്ട് വിത്ത് എ ബ്രോക്കൺ റിലേഷൻഷിപ്പ്, വാട്ട് എവർ ദ ഹല്ലേലൂയ യു ആർ അക്യുമുലേറ്റിംഗ് ആസ് ആൻ അസറ്റ്, ഇറ്റ്സ് നോട്ട് എ ബ്ലെസ്സിങ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു ആടി ഉലഞ്ഞ ബന്ധം, ഭർത്താവിനോട് സഹലിയ സ്നേഹമില്ലാതെ 2 ജോലി ചെയ്ത് വാരിക്കൂട്ടുന്ന ശമ്പളമൊന്നും ശമ്പളമല്ലെന്നും ദൈവത്തിൻ്റെ നോട്ടത്തിൽ. ഇതൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സ്തോത്രം. എന്നോട് വിരോധമുണ്ടോ? ഞാൻ ശനിയാഴ്ച രാവിലത്തെ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പൊക്കോളാം. പക്ഷെ സ്നേഹത്തോടെ പറയുകയാണല്ലേ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, സ്നേഹം കൊടുക്കാതെ നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന വസ്ത്രങ്ങളും നന്മകളും വലിപ്പവും ഒന്നും ദൈവം മുമ്പാകെ വട്ടപുജീജമാണെന്ന് ഓർത്തോണം. ആടിയോലയുന്ന ബന്ധങ്ങൾ വെച്ചുള്ള അനുഗ്രഹമല്ലെന്ന് യാബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് സഹോദരനോട് നിരക്കാതെ, അപ്പനോടും അമ്മയോടും ക്ഷമ ചോദിക്കാതെ, കൂട്ടു സഹോദരനോട് നിരക്കാതെ നാം അടിക്കുന്ന കയ്യടിയും പാട്ടും പ്രാർത്ഥനയ്ക്കും ഇതിനപ്പുറത്ത് പോകാൻ ശക്തിയില്ലെന്ന് തിരിച്ചറിയണം.
ഇന്ന് രാത്രി കാലമല്ലേ ബന്ധങ്ങളിൽ we need to return to the relationship. ഇന്ന് രാത്രി റിസ്റ്റോർ ചെയ്യണം. ആടിയുലഞ്ഞ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, മരുമക്കൾ, കുടുംബ ബന്ധങ്ങൾ പാട്ടും പാടിയും അന്യഭാഷ പറഞ്ഞും മറയ്ക്കാനുള്ളതല്ല. തകർന്നു പോയ ജീവിതങ്ങൾ ഇന്ന് രാത്രി പുതുക്കത്തിന്റെ ആത്മാവിൽ ഉപവാസം കഴിയുമ്പോൾ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ വീണ്ടും വിളക്കി ചേർക്കുന്ന ദിവസങ്ങളായി മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കാത്ത ഹൃദയവുമായിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും അനുഗ്രഹമൊന്നുമല്ല. അൺഫോർഗിവ്നെസ്, ഹല്ലേലൂയ, അൺവാണ്ടഡ് സോൾട്ടൈസ്, ഇതൊന്നും വെച്ചുകൊണ്ട് വാരിക്കുട്ടിയ നന്മകളൊന്നും അനുഗ്രഹമല്ലെന്ന് യാക്കോബിന് മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. സ്തോത്രം. ദൈവം പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കാം, ബട്ട് അതിന് നീ വില കൊടുക്കേണ്ടി വരും. പ്രൈസ് കൊടലിയ. അവൻ ചോദിച്ചു, പേരെന്താ ചോദിച്ചു. നിങ്ങൾക്കറിയാവുന്ന സംഭവമായിട്ട് നമ്മൾ എൻ്റെ ഭാഷയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, അല്ലല്ലേ ആദ്യമൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് മല്ലു പിടിച്ചെന്നെ അർത്ഥം അല്ലല്ലേ. അതുകൊണ്ട് എന്നെ മസിൽ പിടിച്ച് അല്ലെങ്കിൽ കുസ്തി പിടിച്ചൊന്നും അല്ല. ഓശിയ പ്രവാചകൻ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യാക്കോബ് തൻ്റെ ആവുന്ന കാലത്ത് ദൂതനോട് കരഞ്ഞ് കാല് പിടിച്ചെന്ന്. നിങ്ങൾ പറയുമ്പോഴൊക്കെ ഇതൊക്കെ ആയിരിക്കലും അല്ലല്ലേ കരഞ്ഞാ പുള്ളി മല്ല് പിടിച്ചത്. മല്ല് പിടിച്ച് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അവരെ തുടയുടെ തടം തൊട്ടു, ഉളുക്കിപ്പോയി. അന്നേരം പുള്ളി എന്താ പറഞ്ഞു? പേര് പറഞ്ഞു. സ്തോത്രം. അതിന് വരെയൊക്കെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലല്ലേ, നല്ല പ്രായത്തിൽ നല്ലപോലെ അങ്ങ് പറഞ്ഞാൽ പോരെ. പേരെന്താ ചോദിച്ചാൽ എന്തോ പറയണം? ഞാനൊരു സാധുശീലനാണ്, ഞാനൊരു കൂടാരവാസിയാണ്. പക്ഷേ യാക്കോബ് ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ. ഈ അമ്മാവിയപ്പനോട് പുള്ളി സാക്ഷ്യം പറഞ്ഞുണ്ട്, 10 നീ എൻ്റെ പ്രതിഫലം എത്ര പ്രാവശ്യം മാറ്റി? 10 പ്രാവശ്യം മാറ്റി. അല്ലല്ല, വേറൊരുത്തൻ്റെ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചപ്പോൾ 1 പ്രാവശ്യം വാങ്ങിയപ്പോൾ ഇത് എത്ര പ്രാവശ്യം കിട്ടി? 10 പ്രാവശ്യമാണ് സാലറി റിവ്യൂ ചെയ്തത്. നമ്മുടെയൊക്കെ സാധാരണ എത്ര വർഷത്തിൽ? ഇത് പുള്ളിയുടെ സാലറി 20 വർഷത്തിനിടയ്ക്ക് 10 പ്രാവശ്യം അമ്മാവിയപ്പൻ സാലറി റിവ്യൂ ചെയ്തു. താഴോട്ട് 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. നോക്കിക്കോണം കേട്ടോ, നമ്മൾ ഇവിടെ ജഡത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ജഡത്തിൽ തന്നെ ശിക്ഷയുടെ വടികൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലും നരകത്തിലൊക്കെ പോകുന്ന പിന്നാട്ട ഇവിടെ ഇരുന്നുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ മണ്ണിൽ വെച്ച് ചെയ്തു തീർക്കേണ്ട കടപ്പാടുകൾ ചെയ്ത് തീർത്തിട്ടേ ഈ മണ്ണ് വിട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ആ കാര്യങ്ങൾ അറിയണം. അങ്ങനെ യാക്കോബ് ഇവിടെ നിന്ന് പറയുകയാണ്, എന്നെ ലാബാനോട് പറയുകയാണ്, ഞാൻ ശീതം കൊണ്ട് വെയിൽ കൊണ്ടൊക്കെ അലയേണ്ടി വന്നു, രാത്രിയിലും പകലും ഞാൻ തണുപ്പ് കൊണ്ട് കിടക്കേണ്ടി വന്നു. നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ തലക്കുണ്ടായിരുന്നു. എന്താ കാരണം? ഇതൊന്നും നിന്റെ അല്ല, നീ ചോദിച്ചു വാങ്ങിയതാ, ആദരം കൊണ്ട് നീ ചോദിച്ചു വാങ്ങിയതാ. ഞാൻ ഏശാവെന്ന് പറഞ്ഞപ്പോൾ വേട്ടക്കാരൻ്റെ സ്വത്താ പകലത്തെ വെയിലും രാത്രിയിലെ തണുപ്പും. കൂടാരവാസിയുടെ സ്വത്തല്ല ഇത്. അതരം കൊണ്ട് മിടുക്കനാകാൻ ശ്രമിച്ചപ്പോൾ, അതരം കൊണ്ട് ആളാകാൻ ശ്രമിച്ചപ്പോൾ, അതരം കൊണ്ട് ആള് മാറി പേര് മാറി പറഞ്ഞപ്പോൾ നീ അറിഞ്ഞില്ല ആ ശാപം പുറകെ കൂടുമെന്ന്. ഇന്ന് രാത്രി ഞാൻ ദൈവ പൈതലെന്നല്ലാതെ വേറൊന്നും നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വരല്ലേ. പുറത്തു വന്നാൽ അതിൻ്റെ കെട്ടും ബന്ധനവും നമ്മുടെ പുറകെ വന്നിരിക്കും. യാബോക്ക് കടവിൻ്റെ അരികത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, 20 വർഷം പഴക്കമുള്ള ലാബാനി അടിമനുഖം ഇന്ന് പകൽ അഴിഞ്ഞു മാറണമോ? ഈ 20 വർഷം പഴക്കമുള്ള അരാമ്യ കെട്ടുകൾ നിന്റെ ചുമടിൽ നിന്ന് തോളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ വാ തുറന്ന് സമ്മതിച്ചാട്ട്, ഞാൻ വേട്ടക്കാരനല്ല, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള ആ ശാപം അഴിഞ്ഞു മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടയുടെ തടം തൊട്ട് കഴിഞ്ഞപ്പോൾ അലറി വിളിച്ച് 8 ദിക്കും പൊട്ടുമാറ് യാക്കോബ് വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. 20 വർഷം അപ്പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദമായിരുന്നു അത്. ഇന്ന് രാത്രി കാനഡയിൽ എഡ്മണ്ടനിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അല്ല ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ട് 20 വർഷം 30 വർഷം പഴക്കമുള്ള ശാപമഴിക്കാൻ വേണ്ടി ഒരു ശാപമഴിക്കുന്ന വീരനെ കൊണ്ടുവരണ്ട. ഇരുന്നു കൊണ്ട് ഏറ്റു പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള ആ പാരമ്പര്യത്തിന്റെ കെട്ട്, വർഷങ്ങൾ പഴക്കമുള്ള ആ ശാപത്തിന്റെ കെട്ട് ഇന്ന് രാത്രി നിന്നെ വിട്ടുമാറും. സമ്മതിക്കണം, ഞാനൊരു ദൈവ പൈതലാ, ഞാനൊരു ദൈവ പൈതല. അറിയാതെ അതരം കൊണ്ട് പലതും പറഞ്ഞു പോയി, അറിയാതെ പ്രവർത്തിച്ചു പോയി, അറിയാതെ ചിന്തിച്ചു പോയി, അഹങ്കരിച്ചു പോയി. അപ്പാ ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള ആ ശാപത്തിന്റെ മുഖം, ശാപത്തിന്റെ അമിക്കയറ് ഇന്ന് രാത്രി നിന്നെ വിട്ട് അഴിഞ്ഞു മാറും. യഹോവയുടെ അനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങും. ഹല്ലേലൂയ. ദൈവം തൊട്ടു, തുടയുടെ തടമുളുക്കി, പിന്നെ നടക്കുന്നത് മുടന്തിയ. ഹി ക്രിപ്പിൾഡ്. പക്ഷേ ആ മുടന്ത് പിന്നെ ജീവിതകാലത്ത് സൗഖ്യമായില്ല. ബട്ട് ഹി വാസ് എ ബ്ലെസ്ഡ് മാൻ. ദൈവമക്കളെ, മുടന്തുള്ള കാലിൽ നിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ട് നടക്കാം. 2 കാലുള്ളപ്പോൾ അല്ലേ ഓടി ഓടി നേടിയെടുത്ത സമ്പത്തിനേക്കാൾ വലുതാണ് മുടന്തുള്ള കാലിലും നീ കൊണ്ടു നടക്കുന്ന ദൈവീയ അനുഗ്രഹം. ഐ ആം ക്രിപ്പിൾഡ് ഫോർ എ പർപ്പസ് തന്നെ പറയണം.
കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉളുക്ക് മുടന്ത് ഒക്കെ ഉള്ളത് ഒരു ന്യൂനതയല്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കുവാൻ ദൈവം കണ്ടുപിടിച്ച മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ചില രോഗമൊന്നും ആയുസ് പര്യന്തം മാറിയെന്ന് വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ചില പ്രതിസന്ധിയൊക്കെ ജീവിതകാലം മുഴുവൻ കണ്ടേക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ടങ്ങ് നടന്നാൽ മതിയെന്ന്. പക്ഷേ കാലുവേദന ഉള്ളപ്പോഴും കാലുവേദന ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂട്ടത്തിലുണ്ട്. സന്തോഷമായേ? പൗലോസിനോട് ചോദിച്ചാൽ മതി. അല്ലല്ലേ സാറേ എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കും. എങ്ങനെയുണ്ട് പ്രസംഗം? അയ്യോ തകർപ്പം പ്രസംഗമല്ലേ. ലേഖനോ ഒന്ന് പുറകെ 21 ലേഖനം ഞാൻ എഴുതി കൈത്തരും. 100 കണക്കിന് സഭകൾ സ്ഥാപിക്കും. 1000 ആത്മാക്കളെ മുഖാമുഖം കണ്ട് സംസാരിക്കും. പുഴവക്കിലോ വഴിവക്കിലോ അതേരയുടെ കുന്നിലോ എവിടെ നിന്ന് വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷേ നിങ്ങൾക്കറിയത്തില്ല അകത്ത് കുത്തുന്നൊരു മുള്ളുണ്ടെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന പലരുടെയും അകത്ത മുള്ള് പുറത്ത് ആർക്കും അറിയത്തില്ല. സഹോദരി, നിന്റെ പാട്ട് കണ്ട ആരെങ്കിലും പറയുമോ നിനക്ക് ഇങ്ങനൊരു വേദനയുണ്ടെന്ന്? നിന്റെ കയ്യടി കണ്ടാൽ ആർക്കെങ്കിലും അറിയാമോ ദേവദാസ ഇങ്ങനൊരു പ്രശ്നം നീ കടന്നു പോകുന്നുണ്ടെന്ന്? പക്ഷെ എന്താ പുറത്തറിയാത്തത്? എൻ്റെ മുള്ളിൻ്റെ മുനയെ കൃപ കൊണ്ട് പൊതിയുന്ന ദൈവം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമെന്ന് ചിലർ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ വേദനയെ, മുള്ളിനെ, മുനയെ കൃപ കൊണ്ട് പൊതിയുന്ന ദൈവം. ഹല്ലേലൂയ. പൗലോസെ, നീ ഉത്തരീയം വലിച്ചെറിഞ്ഞ രോഗികൾ സൗഖ്യമാകും, പക്ഷെ നിന്റെ അകത്ത വേദന ആർക്കും അറിയത്തില്ല. നീ കൈതഴുകിയാൽ യൂത്തിക്കോസുമാർ ജീവനിലേക്ക് മടങ്ങി വരും, പക്ഷെ നിന്റെ വേദന ആർക്കും അറിയത്തില്ല. നീ കുടഞ്ഞു കളഞ്ഞാൽ ഹല്ലേലൂയ അണലികൾ തെറിച്ചു പോകും, പക്ഷെ അകത്ത മുള്ള ആർക്കും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, നിന്റെ വേദന 4 പേരറിയാതെ, നിന്റെ നിന്ന 4 പേരറിയാതെ അതിനെ കൃപ കൊണ്ട് പൊതിഞ്ഞ് നിന്നെ ഒരു പ്രാർത്ഥനക്കാരിയാക്കിയ, നിന്നെ ആരാധനക്കാരനാക്കിയ, നിന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയ, നിന്നെ ഒരു കരുത്തനാക്കി മാറ്റിയ, നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റിയ ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രി എത്ര പേർ നന്ദിയോടെ സ്തോത്രം ചെയ്യും? കരുണയ്ക്കായി ഇന്ന് രാത്രി യഹോവേ കരുണ കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നല്ല മനുഷ്യരായി ജീവിക്കണം. യേശു മനുഷ്യപുത്രനാണ്. യേശുവിൻ്റെ 4ാമത്തെ പുത്രത്വമാണ്. യേശു ദൈവപുത്രനാണ്. യോഹന്നാൻ യോർദാന്റെ തീരത്തുമൊക്കെ പ്രഖ്യാപിച്ചു, ഹല്ലേലൂയ, ഇവൻ ദൈവപുത്രനാണ്. ഇവൻ ദൈവപുത്രനായ യേശു ക്രിസ്തു. യോഹന്നാൻ പറയുന്നത്, ഞാൻ സുവിശേഷം എഴുതിയത് തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വിവരം പറയാനല്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ബൈ പ്രോഡക്റ്റാ. ഞാൻ ഈ പുസ്തകം എഴുതിയതിൻ്റെ കാരണം യോഹന്നാൻ 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. ഇത് ഭയങ്കര സ്പീഡാണല്ലോ ഭാഷ ഇവിടുത്തെ ക്ലോക്കിന്, അല്ലേ? എനിക്ക് തോന്നുന്നു ഒക്ലോമയിലൊക്കെ ഇച്ചിരി പതുക്കെ ഓടുന്നത്, അല്ലേ? ഭയങ്കര സ്പീഡിലാണ് തോന്നുന്നു. 8:45 തോന്നുന്നു. ഓക്കെ, ഇവിടെ പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, യേശു ദൈവപുത്രനാണെന്ന്. ഹല്ലേലൂയ. സ്വർഗമഹിമകളെ വിട്ടിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ, ഹല്ലേലൂയ, ദൈവമായ ദൈവപുത്രൻ. യേശുവിൻ്റെ ദൈവപുത്രത്വത്തെക്കുറിച്ചുള്ള വെല്ലുവിളിയാണ്. യേശു എന്ന ദൈവത്വത്തെക്കുറിച്ചുള്ള ചലഞ്ചാണ്. ദൈവമക്കളെ, ഈ ഹോളി ട്രിനിറ്റി എന്താ, ട്രയൂൺ ഗോഡ് എന്താണെന്നും പുസ്തകത്തിൽ നിന്നൊന്നും തെളിയിക്കാൻ പറ്റാത്ത ഒരു വെളിപ്പാടാണ്. അതുകൊണ്ട് ഈ തർക്കിക്കുന്നവരുടെ പുറകെ പോയിട്ട് അവസാനം നാണം കെടാതിരിക്കാൻ വേണ്ടി യേശു ദൈവമല്ലെന്ന് തെളിയിക്കുന്നതും യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നതും വേദപുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തർക്കവും വാദവും ഒന്നും വേണ്ട, ഒരു വെളിപ്പാടായത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരൂപത്തിൽ ഇറങ്ങിയത് യേശുവും, ആ സ്നേഹം അല്ലെങ്കിൽ ഈ മണ്ണിൽ നമ്മെ തുടർമാനമായി കൊണ്ടുപോയി നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവ് എന്നൊക്കെ ഒരു വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സംശയമൊക്കെ അങ്ങ് മാറും. ഹല്ലേലൂയ. യേശു ദൈവപുത്രനായ ക്രിസ്തു. അതുകൊണ്ടാണ് പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ ആദ്യത്തെ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ. വെല്ലുവിളി അതായിരുന്നു. മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടോ? ആ ചോദ്യത്തോടെ വെല്ലുവിളിച്ചത്. ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമാക്കണം, താഴേക്ക് ചാടണം, ഈ മഹത്വം എല്ലാം വാങ്ങിച്ചെടുക്കാം. പക്ഷെ ഇന്ന് രാത്രി നമ്മളോടും ചോദിക്കുന്നത് ദൈവ പൈതലാണെങ്കിലെന്ന് ചോദിച്ചാൽ തുടങ്ങുന്നത്. ധൈര്യത്തോടെ പറയണം, ഞാൻ ദൈവ പൈതലാണ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ചങ്കൂറ്റം അകത്തുണ്ടായിരിക്കണം. യേശുവിൻ്റെ 5ാമത്തെ പുത്രത്വം, യേശു പ്രിയപുത്രൻ, ഹീസ് എ ബിലോവഡ് സൺ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, ഹല്ലേലൂയ, യോർദാൻ്റെ തീരത്ത് സ്നാനം കഴിഞ്ഞ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നിട്ട് അവിടെ കേട്ട അല്ലെങ്കിൽ ആ മുഴക്കം, ഈവൻ എൻ്റെ ഒറ്റ മിറക്കിൾ പോലും ചെയ്തില്ല പ്രിയപുത്രനാകാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മളൊക്കെ 10-25 വർഷം കഴിയുമ്പോഴാണ് പ്ലേക്ക് കൈ കൊടുക്കുന്നത്. 25 വർഷത്തെ സർവീസിന് ഇരിക്കട്ടെ ഒരു, അല്ലേ, 5 രൂപയുടെ പ്ലേക്കിനകത്ത് പേരും കൊത്തിവെച്ച്, അല്ലേ, 50 വർഷത്തെ സർവീസിന് എന്തോ ഒരു സന്തോഷം ഇതൊക്കെ വായിക്കാം. പിന്നെ അങ്ങോട്ട് ചില എന്ത് തോളിലിടുന്ന സാധനത്തിന് പേരെന്തുവാ, മറന്നുപോയല്ലോ. മക്കളെ അറിയത്തില്ല, അടുത്ത് ആർക്കും അറിയത്തില്ല. മെഡലാണ് കഴുത്തെ കൂടെ ഇടുന്നത്. ഒത്തിരി ഒക്കെ ഇടുമല്ലോ, പൊന്നാട. പിന്നെ പ്രൈസ്തലോ മറന്നുപോയി. ഇപ്പോൾ സഭകളിലും ഉണ്ടത് ഇഷ്ടം പോലെ. ആദരിക്കും എല്ലാവരെയും. എന്ത് കൊടുത്താൽ അല്ലല്ലോ. 3 വർഷം അടുപ്പിച്ച് സഭയിൽ ഇരുത്തിയിട്ടില്ല വിശ്വാസികൾ, പക്ഷെ 50 വർഷം കഴിയുമ്പോൾ പൊന്നാട ഇട്ട്
ആദരിക്കണം. അവനൊരു ഭാഷണം മോനാ, പ്രൈസ് കൊടുക്കുക. ആദരിക്കുകയാണ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, നാട്ടിലെ കാര്യം ഈ പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനും 10-17 ഭാഷണം ചെയ്ത് താമസിച്ചിട്ടുള്ളതാണ്. പൊന്നാടയൊന്നും അല്ല ഇവിടുത്തെ വലിയ ആദരം. സ്വർഗം അറ്റസ്റ്റ് ചെയ്യണം. നിങ്ങളെക്കുറിച്ച് ദൈവമാണ് പറയേണ്ടത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒരു നാട്ടുകാർ മുഴുവൻ, വീട്ടുകാർ മുഴുവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളെ ദുഷ്ടനെന്നോ കള്ളനെന്നോ വിളിക്കട്ടെ, നിങ്ങൾ നീതിയുള്ളവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. സ്വർഗം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ തച്ചൻ്റെ മകനാണ്, ഇവൻ പാപികളുടെ സ്നേഹിതനാണ്, ഇവൻ തിന്യനായ കുടിയനായ മനുഷ്യനാണ്, മറിയുടെ മകനാണെന്നൊക്കെ ലോകം പറയുമ്പോൾ യേശുവിനത് വിഷയമല്ല. കാരണം എൻ്റെ അപ്പൻ പറഞ്ഞു ഞാൻ പ്രിയപുത്രനാണെന്ന്. ഒരു അപരാധുനാസിയാരകല. ഇന്ന് രാത്രി ലോകം നിന്നെ വിടക്കെന്ന് ചൊല്ലട്ടെ, നിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കട്ടെ, നിന്നെക്കുറിച്ച് എഴുതട്ടെ, നിന്നെക്കുറിച്ച് അപവാദം പറയട്ടെ, ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കട്ടെ. പക്ഷെ അഭിമാനത്തോടെ പറയണം, എൻ്റെ അപ്പൻ്റെ പ്രിയപുത്രനാ ഞാൻ. ഹല്ലേലൂയ. 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഒടുവിൽ മറൂർ മലയുടെ മുകളിലും യേശുവിനെ ഒരിക്കൽ കൂടി അറ്റസ്റ്റ് ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ക്രൂശിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ യേശുവിൻ്റെ പുത്രത്വം ഇതൊന്നും പഠിക്കാത്തവനാണ് വിളിച്ചു പറയുന്നത്, ദാവീദ് പുത്ര എന്നോട് കരുണ കാണണമേ. സ്തോത്രം. അപ്പോൾ നമ്മുടെ അവസരങ്ങൾ നമ്മൾ വേഗം അവസാനിപ്പിക്കുക. അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മുടെ വഴിയായി കടന്നു പോകുന്ന യേശുവിനെ എത്രത്തോളം സ്വീകരിക്കാമോ, യേശുവിനെ അങ്ങ് കൊണ്ടുപോകണം നിങ്ങൾ. ഹല്ലേലൂയ. സഭായോഗത്തിന് വരുമ്പോൾ കണ്ടുമുട്ടുന്ന ആളല്ല യേശു. പ്രൈസ് കൊടുല്ലേ. നമുക്ക് യേശുവിനെ ഹല്ലേലൂയ ഒരു വ്യക്തിയെ നമുക്ക് മിനിമം 4 രീതിയിൽ അറിയാൻ പറ്റുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു ഫിലിപ്പിയ ലേഖനം 3-8 മുതൽ, എനിക്ക് അവനെ അറിയണം, എനിക്കവനെ അറിയണം. ഐ മേ നോ ഹിം. എനിക്കവനെ അറിയണം. നമുക്ക് ഹല്ലേലൂയ നമ്മൾ ഒരു മനുഷ്യനെ അറിയുന്ന 4 രീതിയിലാണ്. ഒന്ന്, സ്തോത്രമല്ല, ഹിസ്റ്റോറിക്കൽ നോളജാണ്. ചരിത്രത്തെ കൂടി അറിയാൻ പറ്റും. എബ്രഹാമിനെക്കുറിച്ചും ഹല്ലേലൂയ അമേരിക്കൻ പ്രസിഡൻ്റായ ജോർജ് വാഷിംഗ്ടനെ കുറിച്ചൊക്കെ മിക്കവാറും പേര് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവരെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഹല്ലേലൂയ. ആകെ ചരിത്രത്തിൽ കൂടെയുള്ള അറിവാണ്. പലർക്കും യേശുവിനെ ഇങ്ങനെ അറിയുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നോളജാണ്. ഗലീലയിലെ തീരത്ത് കൂടെ നടന്ന ഒരു മനുഷ്യൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കടലിന് മീതെ നടന്നു, പൊട്ടൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇതൊക്കെ അറിയാവുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. രണ്ടാമത്തെ അറിവെന്ന് പറയുന്നത്, യേശുവിനെ അറിയുന്നത് പ്രൈസ് കൊടുക്കുക ത്രൂ കോണ്ടാക്റ്റാണ്. നമ്മളൊരാൾ അല്ലെങ്കിൽ ചാക്കോച്ചാനെ ഇന്ത്യൻ കടയിൽ വെച്ച് കണ്ടു. അപ്പോൾ ചോദിച്ചു എവിടെ വീട്, കോട്ടയത്താന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കണ്ടു. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോണ്ടാക്റ്റ് വെച്ച് നമ്മൾ ഈ പരിചയം പുതുക്കും. ഞായറാഴ്ച വരുമ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് പുതുക്കും. രണ്ടാമത്തെ പാട്ട് വരുമ്പോൾ ഭയങ്കര കോണ്ടാക്റ്റാണ്. ആദ്യ പാട്ടിലൊക്കെ മൂത്ത് വരത്തേ ഉള്ളൂ. ഒടുവിൽ വരുമ്പോൾ ഭയങ്കര കോണ്ടാക്റ്റാണ്. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ പുറത്ത് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു കോണ്ടാക്റ്റ് വരും. പിന്നെ അടുത്ത ഞായറാഴ്ച വരെ കാത്തിരിക്കുകയാണ്. രജിസ്റ്റർ പിന്നെ കോണ്ടാക്ട് ചെയ്ത്, പിന്നെ ചിലപ്പോൾ കൺവേർഷനും ക്രൂസൈഡ് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു സ്പെഷ്യൽ കോണ്ടാക്റ്റ്. ഇതല്ലേ ഇങ്ങനെയാണ്. പിന്നെ ചിലർക്ക് ഉള്ളത് കണ്ടംപററി നോളജാണ്, സമകാലിക സംഭവങ്ങൾ വെച്ചുകൊണ്ട് അല്ലേ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററേയും അല്ലെ അമേരിക്കയുടെ പ്രസിഡൻ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ വാർത്തയിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോർത്ത് ഇന്ത്യയിൽ അത്ഭുതം നടക്കുന്നു, സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നു, അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ നോളജ്, യേശുവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കോട്ടൊരു ബന്ധമൊന്നും ഇതൊന്നുമില്ല. 4മത്തെ നോളജുണ്ട്, പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗാഡ്. എപ്പോഴും യേശുവിനെ അറിയണം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ അറിഞ്ഞു വേണം. യേശു ഇവിടെ ഉണ്ട്, ഞാൻ ഓർപ്പിച്ച പോലെ ഇവിടെ ഉണ്ടെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഗെറ്റ് ബിസി വിത്ത് ഗോഡ്. ഇതാ ഇന്നത്തെ 1ാമത്തെ സന്ദേശം. ഇത് മാത്രം പറയാനേ സമയമുള്ളൂ. ഈ വഴിയായി കടന്നു പോകുന്ന യേശു ആണെങ്കിൽ, യേശു എൻ്റെ അടുത്ത് നിൽക്കുന്ന തരത്തിൽ ഞാൻ നിലവിളിക്കും. യേശു എൻ്റെ വീട്ടിൽ വരുന്ന തരത്തിൽ ഞാൻ നിലവിളിക്കും. യേശു എൻ്റെ കുഞ്ഞിനെ തൊടുന്ന രീതിയിൽ ഞാൻ നിലവിളിക്കും. എൻ്റെ കരച്ചിൽ എൻ്റെ യേശുവിനെ പിടിച്ചു നിർത്തുമെന്ന് ഇന്ന് രാത്രി ഉറപ്പാക്കണം. അതിന് we need to get busy with God. ദൈവകാര്യത്തിൽ സമ്പന്നരായി മാറണം. ദൈവ വിഷയമായി സമ്പന്നരായി മാറണം. we need to reach towards the things of God. ദൈവകാര്യം സംബന്ധിച്ച് ഒരു സമ്പന്നത നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. മടിയന്മാരെ അലസന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല വേദപുസ്തകം. ഹല്ലേലൂയ. അത് പാസ്റ്റർമാരായാലും വിശ്വാസികളാണെങ്കിലും ഉത്സാഹികളായിരിക്കും. ദൈവകാര്യത്തിന് നല്ല നിങ്ങളുടെ പാസ്റ്റർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, എങ്ങനെ ഇവിടുന്ന് ഈ സ്റ്റാമിനൊക്കെ എനിക്കറിയത്തില്ല. എന്തൊരു ഓട്ടമാണ് അല്ലല്ലേ. അല്ല ഇവിടെ ചാടിയല്ലേ നടക്കുന്നത്, അല്ലേ എന്തോ ഒരു അല്ലല്ലേ ഓടി നടക്കുന്നത് അല്ലല്ലേ. എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് അത്ര ചെയ്യാൻ പറ്റും. ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അല്ലല്ലേ അതും ഇതുമല്ല ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പിള്ളേരുടെ ഭാഷയെ കഴിഞ്ഞാൽ ഹൈപ്പറാണ് പാസ്റ്റർ അല്ലേ. അല്ലേ എന്നെ എന്താ പാസ്റ്റർ എന്ത് കുടിക്കുന്നതിൻ്റെ ശക്തിയാണെന്നൊക്കെ ചോദിക്കത്തില്ലേ. അപ്പം ഈ ഉത്സാഹികളായിരിക്കണം നിങ്ങൾ, നല്ല ഹൈപ്പറായിരിക്കണം വിശ്വാസികൾ. അതുകൊണ്ടാണ് യേശു ദൈവം ഒരു വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് സദൃശ്യവാക്യങ്ങളുടെ 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പീൻ. അതിന് നായകനും നടത്തിപ്പുകാരനൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്തു? വേനൽക്കാലത്ത് അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതെന്ത് ചെയ്യുന്നു?
അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. പ്രൈസ് കോഡല്ലേ. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാം. പിന്നെ സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുണ്ട്, അല്ല, ഭൂമിയിൽ അത്യന്തം ചെറുതായെങ്കിലും ഏറ്റവും ജ്ഞാനമേറിയവ 4 ഒന്ന് ഉറുമ്പ്. ഹല്ലേലൂയ. അത് ശക്തിയില്ലാത്തതാണെങ്കിലും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം, എന്തൊരു ജ്ഞാനമല്ല ഈ കൊച്ചു ഉറുമ്പിൻ്റെ തലയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഉത്സാഹിയാണ്. അതിനൊരു വലിയ വെളിപ്പാടുണ്ട്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയ ഒരു മഴക്കാലം വരുന്നത് കൊണ്ട് ഈ വേനൽക്കാലത്ത് ആഹാരം സമ്പാദിക്കണം. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി നീഡ്. ഉത്സാഹികൾ അങ്ങനെയാണ്. ഇത് ദൈവം തന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനും കൊടുക്കാനും ഒക്കെ ഉള്ള അവസരമാണ്. ഇത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ലെന്ന്. നാളേക്ക് കാത്തിരിക്കരുത്. സഭാ-ഹാളിലേക്ക് കയറിയാൽ പോകുന്നത് വരെ ഉത്സാഹത്തോടെ ഇരിക്കണം ദൈവമക്കള്. പാട്ട് പാടാൻ നമുക്കൊരു ഉത്സാഹം, ആരാധിക്കാനൊരു ഉത്സാഹം. ആരും ഇവിടെ നിന്ന് എൻകറേജ് ചെയ്യേണ്ട, കൈയടിക്ക് പാട്ടുപാട്, അതൊക്കെ ദൈവദാസന്മാരുടെ ശുശ്രൂഷ, അവർ ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട. ആലയത്തിനകത്ത് കയറിയാൽ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? ഐ വിൽ എൻറ്റർ ഇൻടു ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ്ഗിവിംഗ്, ഐ വിൽ എൻറ്റർ ഇൻടു ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടെ കയറി ചെല്ലും. ഇവിടെ 1-ാമത്തെ പാട്ടിലല്ല തുടങ്ങേണ്ടത്. ആലയത്തിലോട്ട് പാട്ടോടെ കയറി വന്നാട്ട്, സ്തോത്രത്തോടെ കയറി വന്നാട്ട്, ആരാധനയോടെ കയറി വന്നാട്ട്, സ്തുതികളോടെ കടങ്ങി വന്നാട്ട്, സങ്കീർത്തനങ്ങളോടെ കടന്നു വന്നാട്ട്, ആരാധനയോടെ കടന്നു വന്നാട്ട്, സമർപ്പണത്തോടെ കടന്നു വന്നാട്ട്. അന്ന് പകൽ ആരും കത്തിക്കാതെ ഇവിടെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അതിന്റെ ആത്മാവിന്റെ പുതുക്കം ഇവിടെ ആലയത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ഞായറാഴ്ചയും ആലയത്തിൽ പ്രകടമായ രോഗശാന്തി നടക്കണം. അവിടെ സ്റ്റേജിൽ വന്നോട്ട് നിങ്ങൾ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവദാസന്മാർ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കെട്ടഴിയണം, നിങ്ങളുടെ മനസ്സിൻ്റെ വേദന അറുന്നു മാറണം, നിങ്ങളുടെ ഭാരങ്ങൾ ഇറങ്ങിയവരായി പോകണം. നിങ്ങൾ ആരുടെയെങ്കിലും പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ ഇരിക്കുന്ന സ്ഥലത്ത് മൈലുകൾക്കപ്പുറത്ത് ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം അവരെ വെടിവെച്ചടക്കണം. ഇന്ന് രാത്രി ഉത്സാഹികളെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവസഭയ്ക്കകത്ത് ഉത്സാഹത്തോടെ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഉത്സാഹത്തോടെ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കണം. പാട്ടുപാടുന്ന ഉത്സാഹത്തോടെന്നാ സങ്കീർത്തന. ഹല്ലേലൂയ. പൗലോസ് എഴുതി വെച്ചു, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. നല്ല ഉത്സാഹമായിരിക്കണം. പ്രാർത്ഥിക്കാൻ ഒരു തിടുക്കം, ആരാധിക്കാൻ ഒരു തിടുക്കം, ദൈവാലയത്തിലേക്ക് പോകാൻ ഒരു സന്തോഷം. ഇതൊക്കെ നല്ല കാര്യങ്ങൾ. ജീവിതത്തിൻ്റെ തിരക്കുണ്ടാകും കേട്ടോ. ജോലിയുടെ അനുസരിച്ച്, നിങ്ങളുടെ ഡ്യൂട്ടി അനുസരിച്ച്, ഈ രാജ്യത്തിൻ്റെ അനുസരിച്ച് എല്ലാം സംഭവിക്കും. അതിനെയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അവസരം നഷ്ടപ്പെടുത്തരുത്. ഒറ്റ ആയുസ് മാത്രമേ ഉള്ളൂ. നാളെ നമുക്ക് തിരികെ കിട്ടത്തില്ല ദൈവമക്കളെ. അടുത്ത പ്രാവശ്യം ആകട്ടെന്ന് മാറ്റി വെക്കാൻ കഴിയത്തില്ല. ഇന്ന് മടങ്ങിപ്പോകുന്ന ഞാൻ ഇത് അവസാനത്തെ പ്രസംഗമാണോ എന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ഉത്സാഹത്തോടെ, ഹല്ലേലൂയ, ഉത്സാഹികളുടെ കൈ മാത്രമേ സമ്പത്ത് ഉണ്ടാക്കത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വലിയ മന്ന കൊടുത്തപ്പോൾ മടിയന്മാരെ പ്രോത്സാഹിപ്പിച്ചില്ല. വേണമെങ്കിൽ ഇത്രയും പുറത്ത് കൊണ്ടുവന്ന ദൈവത്തിന് രാവിലെ മരുഭൂമിയിൽ അവരിയ്ക്കുന്ന കൂടാരത്തിൽ കൊണ്ടുവന്ന് ദോശ ചുട്ട് മുന്നിൽ കൊണ്ട് വെക്കാമായിരുന്നല്ലോ. പക്ഷേ മന്നായുടെ പ്രമാണം നോക്കിയാൽ അറിയാം, ഉത്സാഹികൾക്ക് മാത്രമേ മന്ന കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ ആഹാരം വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം ആകാശത്ത് നിന്ന് ശക്തന്മാരുടെ അപ്പം പൊഴിച്ചു കൊടുത്തു. ഈ മന്നായുടെ സൈസും അതിൻ്റെ തിളക്കമൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ, അറിയാവുന്നവർ പറഞ്ഞാട്ടെ. അറിയാവുന്ന ഉറക്കം പോകാൻ വേണ്ടി, നിർത്താൻ വേണ്ടിയുള്ള പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. എന്തായിരുന്നു മന്നായുടെ പ്രത്യേകത? അതെങ്ങനെ ഇരിക്കും? തുടക്കം തൊട്ട് പറഞ്ഞാട്ടെ. കൊത്തൻ വൈറ്റ് കൊറിയാണ്ടർ, മല്ലി കണ്ടിട്ടുണ്ടല്ലോ, മല്ലി വെളുത്ത മല്ലി, അതുപോലെ കൊത്തൻ ബാർലി പോലെ, നമ്മുടെ നാട്ടിലെ ബാർലി വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, ബാർലി പോലെ ഇരിക്കും. പിന്നെ അടുത്തത്, പിന്നെ ഇനി ഇതെന്ത് ചെയ്യണം? ഇതിൻ്റെ ടേസ്റ്റ് ഇതിന് മുമ്പുണ്ട്. ഇത് ഇടിച്ച് എല്ലാം പൊടിച്ച് ദോശ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തേനൊന്നും ചേർക്കണ്ട. പിന്നെ തേൻ കൂട്ടിയ ദോശ പോലെയും. വേറൊരിടത്ത് പറഞ്ഞ് എണ്ണ പുരട്ടിയ എല്ലാം വ്യാഖ്യാനിച്ച് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടത്. തേൻ എന്താ, എണ്ണ എന്താണ്, ദോശ എന്താണ്, കഴിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ നാളെ നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കും. ഇപ്പോൾ പറയുകയാണ്, ഇത് വേണോ? രാവിലെ എഴുന്നേക്കണം. മന്ന വേണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേക്കണം. 10 മണി വരെ തല മൂടി പുതച്ച് കിടക്കുന്നവനുള്ളതല്ല മന്ന. നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് വരുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം സൂര്യൻ എങ്ങനെ ഉദിക്കുന്നെങ്കിൽ. അല്ല, എൻ്റെ കൂട്ടത്തിലുണ്ടേ. വല്ലപ്പോഴെങ്കിലും അവരത് കാണട്ടെ ഏത് സമയത്ത് സൂര്യനൊന്ന് ഉദിക്കുന്നതെന്ന്. അതിനൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കണം കുഞ്ഞുങ്ങളെ. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ സമ്മതിച്ചു കൊടുത്തേക്കണം. തലവഴി വെള്ളം ഒഴിക്കുമായിരുന്നു, എഴുതിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അവരൊക്കെ മൺമറഞ്ഞു പോയാലും ഇന്ന് ആരോഗ്യമില്ലാത്ത ജീവനോടെ പ്രായത്തിരുന്നാലും അവർ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലമൊക്കെ നിങ്ങളിൽ കൂടെ കാണുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. പ്രഭാതയാമത്തിലൊക്കെ അതിരാവിലെ തിരുസന്നിധി അണയുന്നവർ ഈ സമയെ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുളുക എന്നൊക്കെ പറഞ്ഞ് ഉഷകാലം നാം എഴുന്നേൽക്കുക. ഇത് പാടാൻ പറ്റുമോ? എവിടെ ഉഷകാലത്ത് എഴുന്നേൽക്കാത്തവരെങ്ങനെ 10 മണിക്ക് ഇത് പാടുന്നത്? അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 10 മണി കഴിഞ്ഞ് ഉള്ള പ്രഭാത കീർത്തനങ്ങളൊന്നും ഇന്ന് വരെ എഴുതിയിട്ടുണ്ടോ ടോം? എനിക്കറിയത്തില്ല. 10 മണി കഴിഞ്ഞുള്ള പ്രഭാത കീർത്തനങ്ങളൊന്നുമില്ല. സന്ധ്യാസമയത്ത് കിടക്കെ പോകാൻ പറ്റത്തില്ല, കൂടപ്പാർക്കാം, നേരം വൈകുന്നതാ, ഇന്ന് പകൽ മുഴുവൻ കരുണയുടെ. എവിടെ ഉറങ്ങുന്നത് 12 കഴിഞ്ഞിട്ട്? പിന്നെ എങ്ങനെ സന്ധ്യാകീർത്തനം പാടുന്നു? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യമല്ല. ഇവർ രാവിലെ എഴുന്നേൽക്കണം, പാളയത്തിനകത്തേക്ക് പോകണം, പറ കയ്യിലെടുക്കണം, അവിടെ ചെല്ലുമ്പോൾ മഞ്ഞ് മാറ്റണം. മഞ്ഞ് മാറ്റണമെങ്കിൽ അവിടെ ഇരിക്കണം, ഇരുന്നിട്ട് മഞ്ഞ് മാറ്റി അത് പറയ്ക്കകത്ത് എടുക്കണം, വീട്ടിൽ കൊണ്ടുവരണം, ഉരുളിനകത്തിട്ട് ഉലക്ക കൊണ്ട് ഇടിക്കണം, ഇടിച്ച് പൊടിച്ച് ചുട്ട് കഴിക്കണം. അല്ലാതെ തീന്മേശയിൽ വന്നു കയറുന്നതല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം വന്നു കയറുന്നതല്ല. അതിരാവിലെ എഴുന്നേൽക്കണം, വേദപുസ്തകം തുറക്കണം, അതിൽ നിന്ന് പറക്കിയെടുക്കണം, അത് ധ്യാനിക്കണം, അതിനെ ഊറിലിട്ട് ഇടിക്കുന്ന പോലെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയ്ക്കകത്ത് ചേർത്ത് വെക്കണം, എണ്ണ കൂട്ടുന്ന ദോശ പോലെ, തേൻ പുരട്ടുന്ന പോലെ ആസ്വദിക്കണം. എങ്കിൽ മാത്രമേ അത് കുടുംബത്തിന്റെ ആഹാരമായി മാറൂ. ഹല്ലേലൂയ. അലസന്മാർക്കുള്ളതല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവവചനമാണെങ്കിലും ആത്മാവാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും അവസരം ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. ഒരാഴ്ച മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പറയുമ്പോൾ അവരെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ അവർ പറഞ്ഞ് ബുദ്ധി ഉപദേശിക്കണം. അവരെ ഇരുത്തിപ്പാൽ അല്പം ഒക്കെ ഭാരമായി തോന്നിയേക്കാം, അല്പം കഷ്ടമായൊക്കെ തോന്നിയേക്കാം. ദേ മേ ബി അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് അല്പം നീരസമൊക്കെ പെട്ടേക്കാം. പക്ഷെ ഇതൊക്കെ അവരുടെ ഭാവിക്കുള്ള കെട്ടുപണിയാണ്. ഇന്നലെ ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കണം, വന്ന വഴികൾ ഇടയ്ക്ക് ക്ലാസ് എടുക്കണം. വർഷത്തിലൊരു പ്രാവശ്യം മതി. എന്നും രാവിലെ വിളിച്ചിരുത്തിട്ട് മോനെ അറിയാമോ ഞാൻ എങ്ങനെ വന്നത്? പിന്നെ അത് ബോറടിക്കും. അതുകൊണ്ട് ആണ്ടിലൊരിക്കൽ ഈ സഭയെ വെച്ച് വിടുമ്പോൾ അറിയാമോ ഞാൻ $5 അമേരിക്ക വന്നു, അതെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അതിനെക്കാട്ടും നല്ലത് വീട്ടിൽ പറഞ്ഞാട്ടെ പിള്ളേരോട്. ഇത് അറിയാത്ത അവരാ. ഹല്ലേലൂയ. ചിലർക്ക് 40 വർഷം കഴിഞ്ഞാൽ ഒരേ സാക്ഷ്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി എവിടെയെങ്കിലും തല്ലുകൊണ്ടെങ്കിൽ അത് 40 വർഷം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. വന്ന വഴി ഉത്സാഹികളാക്കി മാറ്റണമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന്, ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തണം. സഭാപ്രസംഗി 12:1 യൗവനക്കാരാ, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക, ദുർദിവസങ്ങൾ മുന്നിൽ വരുന്നുണ്ട്. Every young people listen to me. This is the golden time God has given to you. Make use of this opportunity. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എഫെസ് ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അല്ലെങ്കിൽ ഇത് ദുഷ്കാലമാകയാൽ റെഡീം യുവർ ടൈം എന്നാണ്. മേക്ക് യൂസ് ഓഫ് യുവർ ടൈം വൈസ്ലി. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമായ ദൈവമക്കളെ, നമുക്കറിയത്തില്ല എന്താ ഈ അന്തരീക്ഷത്തിൽ പോലും പിശാചിൻ്റെ പദ്ധതി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ എങ്ങനെ ഒതുക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അലറുന്ന സിംഹം എന്ന പോലെ വാവിളർന്ന് പിശാച് പുറത്ത് നിൽക്കുക. മേക്ക് യൂസ് ഓഫ് എവരി ഓപ്പർച്യൂണിറ്റി. ഒരു ചിട്ട. ഇന്ന് രാത്രി ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് 1-ാം ഭാഗം നിങ്ങളെ പഠിപ്പിക്കുന്നത്. കുരുടനായിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു, ഐ വിൽ നെവർ ലെറ്റ് ഹിം ടു പാസ് മീ ബൈ. അവൻ എന്നെ വിട്ട് കടന്നു പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി എരളിയ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് ഇതല്ല നമ്മൾ ഓർക്കുന്നത്. അല്ല, നീ എനിക്ക് ജോലി തരാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല, ചുമ്മാ പട്ടിണി ഒന്നും കിടക്കരുത്. ഹല്ലേലൂയ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, അങ്ങനൊന്നും വേണ്ട. പക്ഷേ കർത്താവേ, യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ല, അത് മുടന്തുള്ള കാലാണേലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എനിക്ക് സ്വർഗത്തിലെ അനുഗ്രഹം വേണം. ഈ യാബോക്ക് കടക്കുമ്പോൾ ഹല്ലേലൂയ ഒറ്റക്കാലി നടക്കേണ്ടി വന്നാലും സ്വർഗരാജ്യ പ്രവേശനം വചനം പറയുന്ന പോലെ ഒറ്റക്കൈയുള്ളവനായി, ഒറ്റക്കണ്ണുള്ളവനായി, ഒരു കാലുള്ളവനായി നിത്യതയിൽ കടക്കുന്നതാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എൻ്റെ തലമേൽ അല്ലെ ശാപങ്ങൾ ഒടിഞ്ഞു മാറി ഇന്ന് രാത്രി ആത്മാവിൻ്റെ ധൈര്യത്തോടെ എനിക്ക് പോകണം. ഇന്ന് രാത്രി ഒരു ഉത്സാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥനയിലെ ഉത്സാഹം, ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം മനേക്കാൻ നാട്ടെ പലല്ലേ. പ്രാർത്ഥനയിലെ ഉത്സാഹം കുറഞ്ഞു പോയ ചിലരുണ്ട് ഇന്ന് രാത്രി. There was a day that you were weeping and crying hours and hours in the presence of God. ജീവിതത്തിൻ്റെ സാഹചര്യം മാറിയിട്ട് ഇന്ന് പഴയ കണ്ണുനീരില്ലെങ്കിൽ കണ്ണുനീരിൻ്റെ ഉറവ പറ്റിയ ചിലര് ആ ഉത്സാഹത്തിലേക്ക് മടങ്ങി വന്നാട്ട്. ദൈവദാസി, അതരം തുറന്നാൽ പ്രവചന ദൂത് നിന്റെ ആദരത്തിൽ നിന്ന് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും അവരോട് സുവിശേഷം പറയുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ ഉത്സവമൊക്കെ മങ്ങിപ്പോയെങ്കിൽ കയ്യിലിരിക്കുന്ന വാലറ്റിലിരിക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിൻ്റെ കണക്കൊന്നും സ്വർഗരാജ്യത്തിന് വിഷയമൊന്നും അല്ലെന്നേ. ഇന്ന് രാത്രി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കും ഉറുമ്പിനെ പോലെ. ഇത് വേനൽക്കാലമാണ്. ആരറിഞ്ഞു അമേരിക്കയിൽ കാനഡയിൽ സുവിശേഷത്തിൻ്റെ വാതിലടയത്തില്ലെന്ന്? ആരറിഞ്ഞു ഇവിടെ സഭാഹോള് നടത്താൻ പറ്റത്തില്ലെന്ന്? ആരറിഞ്ഞു ഇവിടെ ആരാധന വിലക്കുമെന്ന്?
ഈ കാലഘട്ടം തൊട്ടു മുമ്പിൽ വരുമ്പോൾ എന്തു ചെയ്യും? ഇന്ന് ശേഖരിച്ചു വെച്ച നാണ്യങ്ങൾ, ഇന്ന് ശേഖരിച്ച വചനങ്ങൾ, ഇന്ന് പാടിയ പാട്ടുകൾ, ഇന്ന് പറഞ്ഞ സ്തോത്രങ്ങൾ അന്ന് നിങ്ങളെ ഇരുട്ട് മുറിയിലാണെങ്കിലും ബലത്തോടെ കരുത്തോടെ നിർത്തും. ഉത്സാഹം ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ദിസ് ഈസ് യുവർ ടൈം, ദിസ് ഈസ് യുവർ ഡേ, ദിസ് ഈസ് യുവർ മോമെന്റ്. ഇന്നിപ്പോ രാത്രി ഞാൻ എൻ്റെ സമയം നഷ്ടമാക്കത്തില്ലെന്ന് പറഞ്ഞ് ആത്മാവിലൊരു പുതുക്കത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. ഒരു ആത്മാവിൻ്റെ പുതുക്കം എനിക്ക് വേണം. ഇന്ന് രാത്രിയുള്ള സമർപ്പണം അതിനു വേണ്ടിയാണ്. ഐ നീഡ് റിന്യൂവൽ ആൻഡ് റിഫ്രഷ്മെന്റ് ഇൻ മൈ സ്പിരിറ്റ്. എനിക്ക് എൻ്റെ ആത്മാവിലൊരു പുതുക്കം വേണം. ഹല്ലേലൂയ. കർത്താവ്, എനിക്ക് ഒത്തിരി മടിയായിപ്പോയി. അത് ജീവിതത്തിൻ്റെ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടോ. എനിക്കറിയാം പ്രായത്തിൻ്റെ ക്ഷീണം കൊണ്ടാണ്. പക്ഷേ കാലേബ് 85-ാമത്തെ വയസ്സിൽ പറയുന്നു, നിങ്ങൾ പുറമേ നോക്കിയ ത്വക്കൊക്കെ ക്ഷയിച്ചിരിക്കാം, പഴയതുപോലെ എനിക്ക് നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ഊന്നുവടി കയ്യിലുണ്ടായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിയായിരിക്കാം, പക്ഷെ അകത്ത മനുഷ്യൻ പറയുന്നു, ഇന്നും എനിക്ക് ശക്തിയുണ്ട്. ചിലരുടെ ആ പ്രാർത്ഥന മനുഷ്യൻ ഇന്ന് രാത്രി മടങ്ങി വരണം. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. ആ പ്രാർത്ഥന മനുഷ്യൻ മടങ്ങി വരട്ടെ. ആ ദർശനക്കാരനുണ്ടല്ലോ നിങ്ങളുടെ ഹല്ലേലൂയ സഹോദര, മറ്റുള്ളവരെ കുറിച്ചുള്ള നിനക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്യഭാഷയിൽ മണിക്കൂറോളം മുഴങ്കാലിരുന്ന് ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വചനം തുറന്ന് വായിച്ചു വെളിപ്പാടുകൾ കുറിച്ചു വെച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി ആ നല്ല കാലം മടങ്ങി വരട്ടെ. എത്ര പേര് അതിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കും? Begin to cry and pray in the presence of God. Return the golden days of my life of spirituality, what I was boasting in the presence of the Lord. ദൈവസന്നിധിയിൽ പ്രശംസിച്ചിരുന്ന ആത്മീയത്തിന്റെ പുകഴ്ചയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? മറ്റൊന്ന്, not for the material blessing that will follow you, not for the educational hallelujah blessing that will come after you. Don't cry for hallelujah whatever may be the position or possession you are desiring and dreaming that will come after you. But this night cry for the spiritual blessing.